തിയേറ്ററിൽ നിന്ന് കിട്ടേണ്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കിട്ടേണ്ട സ്വപ്നതുല്യമായ ഒരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു. ഇത് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാക്കാനാണ് ഞങ്ങളുടെ ശ്രമം എന്നാണ് ഞാൻ അന്നേ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഓടി ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണെങ്കിൽ ഇത്ര വലിയൊരു എഫേർട്ടിന്റെയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ടെക്നീഷ്യൻസിനെ അവരുടെ ശമ്പളം കൊടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ അതൊന്നും ഒരു പ്രയോറിറ്റി ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു അറീനയിൽ ഒരാൾ ഈ സിനിമ കണ്ടിട്ട് മാൻ ദിസ് ഫിലിം ഡിസേർവ്സ് ടു ട്രാവൽ എന്ന് പറയുകയും അപ്പോൾ ആൾക്കാരെ എനിക്കറിയാം ഇപ്പൊ തന്നെ ചോദ്യങ്ങൾ വരും, എന്നാൽ പിന്നെ അതിന്റെ ചെലവ് പൃഥ്വിരാജ് ഏറ്റെടുത്തൂടെ അല്ലെ ബ്ലസ്സിക്ക് ഏറ്റെടുത്തൂടെ എന്നുള്ളത്. സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, ആക്ച്വലി പൈസ എന്നുള്ളത് മാത്രമാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഈ സിനിമയോട് അത്രയും സ്നേഹമുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അതിനൊരു പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു ബാക്കപ്പ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, പിടിപാട് വേണം എന്ന്. എക്സാക്ട്ലി. എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ സത്യമായിട്ടും അന്നൊരു ആടുജീവിതം ഉണ്ടായാൽ ഞാനത് ചെയ്യും കേട്ടോ, 100%. ഞാൻ ഒരു ലോകസഞ്ചാരി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് തുടങ്ങാം. 2009 ഞാൻ അർജന്റീനയിലൂടെ സഞ്ചാരത്തിന് വേണ്ടിയുള്ള ചിത്രീകരണത്തിന് വേണ്ടിയുള്ള യാത്രകളിലായിരുന്നു. അപ്പോൾ ബ്യൂണസ് അയേഴ്സിൽ നിന്ന് കുറച്ച് ഉൾനാടുകളിലേക്ക് ഒരു യാത്ര പോയി. ആ നാടുകളിലേക്ക് നമുക്ക് തനിച്ച് ക്യാമറയുമായിട്ട് നമ്മുടെ മറ്റ് പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ് പോയത്, ഒരു ബസ്സിൽ. അപ്പോൾ ബ്യൂണസ് അയേഴ്സിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഒരു 35 ആളുകൾ ആ ബസ്സിലുണ്ട്, ഞാനുമുണ്ട്. യാത്ര തുടങ്ങി അധികം താമസിയാതെ തന്നെ ടൂർ ഗൈഡ് എല്ലാവരെയും പരിചയപ്പെടുത്തും. ഏതൊക്കെ നാട്ടിൽ നിന്ന് വരുന്നു, പേരെന്താണ്, അത് ബ്രീഫായിട്ട് മാത്രം. അപ്പോൾ ഞാൻ മുൻപിലിരിക്കാനാണ് സാധാരണ ഇഷ്ടപ്പെടുന്നതെങ്കിലും അന്ന് സീറ്റ് കിട്ടിയത് കുറച്ച് പുറകിലായിട്ടാണ്. അപ്പോൾ ഞാൻ കയറിയപ്പോൾ മുതൽ ചിത്രീകരണം ഇതൊന്ന് ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ള വ്യഗ്രതയിലാണ്. ഇങ്ങനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്ന് വന്നു. അവസാനം എൻ്റെ അടുത്തെത്തി. ഞാൻ സന്തോഷ് ജോർജ്, ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ഉടനെ ഗൈഡ് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വാങ്ങിയിട്ട് അവർ പറഞ്ഞു, എല്ലാവരും ഒന്ന് കൈയടിക്കൂ, ഒരു കാരണമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അതുവരെ നിരവധി ലോകരാജ്യങ്ങളിലൂടെ പോയിട്ടും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആരും കൈയടിച്ചിട്ടില്ല. അപ്പോൾ എനിക്കും ആകാംക്ഷയായി. അപ്പോൾ അദ്ദേഹം മൈക്കിൽ കൂടെ പറഞ്ഞു, ഇന്നലെ ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അതിൽ ഇന്ത്യൻ സിനിമയ്ക്കാണ് അയാൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിലും ഇന്ത്യൻ സിനിമയ്ക്ക് സ്ലങ് ഡോഗ് മില്യനർ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയ്ക്ക് 6 or 7 ഓസ്കാറുകൾ കിട്ടിയിരിക്കുന്നു. ഇന്ത്യക്കാരെ നമുക്കൊന്ന് അഭിനന്ദിക്കാം. എല്ലാവരും കൈയടിച്ചു. ഈ 35 പേരും കൈയടിച്ചു എന്ന് മാത്രമല്ല, ആ യാത്രയിലുടനീളം തിരിച്ചിവിടെ എത്തുവോളം മറ്റ് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊരു സ്പെഷ്യൽ പരിഗണന തന്നത് കാണുമ്പം ഓഹോ, ഒരു ബഹുമാനം, ആദരവ്. അന്നേ വരെയും അതിനുശേഷവും ഇന്ത്യക്കാരൻ എന്ന പേരിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല. അതിന് മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും ഈ നാട്ടിനെക്കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടും ആവാം. അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഓസ്കാർ വേദിയിൽ പേരനൗൺസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യം അതുവരെ എന്ത് ചെയ്തു, അതുവരെ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കി എന്നതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ലോകം ആദരിക്കുന്ന ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണെന്ന്. ഈ സംഭവം ഞാൻ പറയാൻ കാര്യം, നമുക്കറിയാം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരു സിനിമയുടെ 25ാമത്തെ ദിവസം നമ്മളൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. മലയാള സിനിമയിൽ 25 ദിവസങ്ങൾ ഒരു സിനിമ പിന്നിട്ടു എന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. 100, 120, 200, 250, 365 ദിവസം വരെ പിന്നിട്ട സിനിമകളുണ്ട്. പക്ഷേ ഈ സിനിമ എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലോകത്തിന് മുന്നിൽ മലയാളത്തിന്, കേരളത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം കിട്ടിയിരിക്കുന്നു, ഒരു സൃഷ്ടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. ഈ 25 ദിവസം പിന്നിടുമ്പോൾ ഒരു കാര്യം തെളിയിച്ചു, ഇത് മനുഷ്യൻ സ്വീകരിച്ച, മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സിനിമയാണ്. ഇത് ഭാഷയ്ക്കതീതമായി ആളുകൾ ഉൾക്കൊണ്ടു കഴിഞ്ഞ ഒരു സിനിമയാണ്. എത്രയോ മേഖലകളിൽ നിന്ന് അതിപ്രശസ്തരും സിനിമയെ അതിനിശിതമായി വിമർശിക്കുകയും ശക്തമായി സമീപിക്കുകയും ചെയ്യുന്ന ആളുകളും അവരുടെ സന്ദേശങ്ങളിലൂടെ ഈ സിനിമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിനിമ പിറന്നു വീണ മലയാളം, കേരളം ഈ സിനിമയെ ഇനി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു? ഈ സിനിമയിലൂടെ കേരള സമൂഹം മലയാളം എന്ന ഭാഷ എങ്ങനെ ലോകത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പോകുന്നു? അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ ക്രിയേറ്റീവായ കോൺട്രിബ്യൂഷൻസ്, ഒപ്പം ഈ സിനിമ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു,
ഈ സിനിമയുടെ ലോക പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മാധ്യമ മേഖലയിലെ ഏറ്റവും പ്രമുഖ വ്യക്തികൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ആമുഖം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മോഡറേറ്റർ എന്ന നിലയിലൊക്കെ എന്നേക്കാൾ പ്രഗത്ഭരായ ആളുകളാണ് ഈ വട്ടത്തിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ. അതുകൊണ്ട് അവരെ മോഡറേറ്റ് ചെയ്യുക എന്നതല്ല എൻ്റെ ജോലി. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം നമുക്കറിയാം. ഒരു ജീവിതം തേടി, ജീവിതം പിടിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി നാട് വിട്ടു പോകേണ്ടി വരുന്ന കോടാനുകൂടി മനുഷ്യരുടെ, അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ഞാൻ ഈ ലോകയാത്ര നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ ചെറുപ്പക്കാർ വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ, മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ കപ്പലിൽ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ മാൾട്ട പോലുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളിൽ പോലും യൂറോപ്പ് എന്നൊരു സ്വപ്ന ലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവൻ പണയം വെച്ച് കുടിയേറാൻ വേണ്ടി വ്യഗ്രതയോടെ കടന്നു പോകുന്ന ആളുകൾ. ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളിൽ നിന്ന് മെക്സിക്കോ കടന്ന് വലിയ വൻമതിലും വേലിക്കെട്ടുകളും കടന്ന് അമേരിക്ക എന്ന സ്വപ്ന രാജ്യത്തേക്ക് ഒന്ന് കയറാൻ വേണ്ടി പോകുന്ന ആളുകൾ, ഇതിനിടയിൽ മരിച്ചു വീഴുന്ന നിരവധി ആളുകൾ. അപ്പോൾ ഇത്തരത്തിൽ ജീവസന്ധാരണത്തിന് വേണ്ടി വെല്ലുവിളികളെ നേരിട്ട് മരണം വരെ വരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ പറയപ്പെടാത്ത കഥകൾ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിനിധിയായി ലോകം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള, ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ, ലോക നിലവാരമുള്ള ഒരു വിഷയം, ലോക നിലവാരമുള്ള ശൈലിയിൽ, ലോക നിലവാരമുള്ള ടെക്നോളജിയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇത് ലോകത്തിന് മുൻപിൽ ഈ കാലഘട്ടത്തിൽ മലയാളത്തിന്, മലയാളിക്ക്, കേരളത്തിന് മുന്നോട്ട് വയ്ക്കാവുന്ന ഏറ്റവും നല്ല ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റാണ്. ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ മലയാളി സമൂഹം മുന്നോട്ട് വരണം. ഇവിടുത്തെ ബുദ്ധിജീവി സമൂഹം, മാധ്യമങ്ങൾ, ഇവിടുത്തെ മറ്റ് മേഖലയിലുള്ളവരൊക്കെ മുന്നോട്ട് വന്ന് നമുക്കിതിനെ ഒരു മൂവ്മെൻ്റ് ആക്കി എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ചർച്ചയുടെ തുടക്കമായി ഇത് മാറട്ടെ. ഇത് കേരളം കൊണ്ട് തീരേണ്ടതല്ല, ഇത് ഇന്ത്യയുടെ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു ചർച്ചയായിട്ട് നമുക്കിത് മാറ്റേണ്ടതുണ്ട്. കൂടാതെ ഇത് നമുക്കറിയാം, സമയബന്ധിതമാണിത്. അത് 3-4 വർഷമോ 5-6 വർഷം നമുക്കിതിനില്ല. അടുത്ത ഏതാനും നാളുകൾ കൊണ്ട് നമുക്കിതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഇവിടെയാണ് മലയാളി, കേരളം, മലയാള സംസ്കാരം, കേരള സംസ്കാരം എന്ന വികാരം നമുക്ക് ജ്വലിപ്പിക്കേണ്ടത്. അന്യനാട്ടുകാർ, മറ്റ് സംസ്കാരക്കാർ അവർക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുക മാത്രമല്ല, നമുക്കും അത് സാധ്യമാകുമെന്നും നമ്മുടെ ഒരു സിനിമ ലോക നിലവാരത്തിലേക്ക് എത്തിച്ച് ലോകത്തിൻ്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ, കുടിയേറി പണിയെടുക്കാൻ കഴിയുന്ന സമൂഹം മാത്രമല്ല, ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനകരമായ ചില സാധനങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം കൂടിയാണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ളൊരു അവസരമായി ഈ ആടുജീവിതത്തെ നമുക്ക് മാറ്റാം. അതിന് മുന്നിട്ടിറങ്ങിയ, അതിന് ചുക്കാൻ പിടിച്ച ബ്ലസ്സി സാറിനെയും പൃഥ്വിരാജിനെയും അദ്ദേഹത്തിൻ്റെ അവരുടെ ആ ടീമിനെയും എല്ലാം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാൻ അവർക്കെല്ലാം അഭിനന്ദനം അർപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. ഞാൻ അടുത്തതായിട്ട് അടുത്ത ആളുകളിലേക്ക് കൈമാറുന്നു. ശ്രീകണ്ഠൻ സാർ. താങ്ക് യു. ബ്ലസ്സി ഇങ്ങനൊരു സിനിമയുടെ ആശയമായിട്ട് ഇതിൻ്റെ പ്രശസ്തനായ പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്യുന്ന സമയം മുതലേ ഞാനിത് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഈ ആടുജീവിതമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒറ്റ ഇരിപ്പിന് നമ്മൾ വായിച്ചു തീർത്ത ഒരു നോവലാണ്. അതുകൊണ്ട് ഈ നോവൽ സിനിമയാക്കുന്നു ബ്ലസ്സി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയായിരിക്കും അത് സിനിമയാവുക എന്നൊക്കെ ഒരു അമ്പരപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ നിർമ്മാതാവ് എന്നോട് ഒരിക്കലും ചോദിക്കരുത് ഈ സിനിമ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ. കാര്യം ഈ പുസ്തകം അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ സിനിമ കാണുമ്പോഴും ആ പുസ്തകം വായിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ഉള്ളടക്കമൊക്കെ നമ്മൾ ഒരു സിനിമ കണ്ടതിന് ശേഷം ഒന്ന് മാനസികമായിട്ട് വിലയിരുത്തുമ്പോൾ ആ സിനിമ പറയുന്ന ഒരു കാര്യം, അഥവാ ഈ മൈഗ്രേഷൻ എന്ന് സന്തോഷ് കുളങ്ങര പറഞ്ഞ കുടിയേറ്റം എന്ന് പറയുന്ന ഈ സംഭവം ഇൻ്റർനാഷണലി സമ്മതിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ അന്തർദേശീയ സിനിമകൾ കാണുമ്പോഴും, ഓസ്കർ കടന്നുപോയ സിനിമകൾ കാണുമ്പോഴും അന്തർദേശീയമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾക്ക് മാത്രമേ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളൂ. ഒരിക്കലൊരു അമേരിക്കക്കാരൻ എന്നോട് പറയുമായിരുന്നു, ന്യൂയോർക്കിൽ വെച്ചാണ് എന്നോട് അയാൾ പറഞ്ഞത്. എന്നോട് പറഞ്ഞു, ഞാൻ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ കോവിഡ് കാലം കഴിഞ്ഞപ്പം ഒരുപാട് മലയാള സിനിമകൾ കംബോഡിയ പോലെ വളരെ പിന്നോക്കം നിൽക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് പോലും അവിടുത്തെ ടെലിവിഷനിലും അല്ലാതെയൊക്കെ തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആളുകളും കാണുന്നുണ്ട്. ഒരുപക്ഷെ കോവിഡ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന നമ്മുടെ സിനിമകൾ, നമ്മുടെ പ്രത്യേകിച്ച് മലയാളത്തിൽ ഉണ്ടാക്കുന്ന സിനിമകൾ പരിമിതമായ ഒരു ലോകത്ത് പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ അത് അതിൻ്റെ അതിരുകളൊക്കെ മായിച്ച് വിദേശ നാടുകളിലൊക്കെ ആളുകൾ കണ്ടു തുടങ്ങി. ഒരു വാർത്താവിതരണ വകുപ്പ് സെക്രട്ടറി, ഒരു IAS കാരൻ തന്നെ
അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആദ്യമായിട്ടാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമ കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവർക്കൊക്കെ യഥാർത്ഥത്തിൽ മലയാള സിനിമയോട് വല്ലാത്ത ആദരവുണ്ട്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ബ്ലസ്സി എടുത്തിട്ടുള്ള ഒരു സ്ട്രെയിൻ, ഇത്രയും വർഷം ഒരു 15 കൊല്ലത്തിലധികം ഒരു സിനിമയുടെ പിന്നാലെ കൂടുക, ആ സിനിമയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കമ്മിറ്റ് ചെയ്യുക, അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്നെ അതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ പൃഥ്വിരാജ് കടന്നുപോയിട്ടുള്ള യാതനകൾ. നമുക്ക് വളരെ വാത്സല്യമുള്ള ഒരാളാണ് പൃഥ്വിരാജ് പലതുകൊണ്ടും. അപ്പോൾ പക്ഷേ ഒരുപക്ഷെ ഒരു നടൻ ഇത്രയും കൂടുതൽ കമ്മിറ്റഡായിട്ട് തൻ്റെ ശരീരം തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വഴക്കിയെടുക്കുക, അത് ചെറുതാക്കുക, വലിപ്പത്തിലാക്കുക, ഇതൊക്കെ അങ്ങനെയുള്ളൊരു മാജിക്കെല്ലാം പൃഥ്വിരാജ് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയും ഞാനൂടാണ് ഈ സിനിമ കാണാൻ പോയത്. ഞാൻ എൻ്റെ ഭാര്യയോടൊരു ചോദ്യം ചോദിച്ചു, ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് ഒരു വസ്ത്രവുമില്ലാതെ പൃഥ്വിരാജ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, നിനക്ക് അവിടെ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ സിനിമയിലെ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഉൾക്കൊള്ളുകയും അയാൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ യാതന നിറഞ്ഞ ആ ജീവിതം തീർച്ചയായിട്ടും മലയാളി അതിനോട് പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉയർത്തുന്ന ഒരു കാര്യം, ഈ അടിമവേലയും കുടിയേറ്റവും അത് ലോകത്ത് അന്യമായ കാര്യങ്ങളല്ല, ഇപ്പോഴും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ചില അപരിഷ്കൃതമായ ജീവിത ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് ഒരുപാട് നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഇവർ ഒരുപക്ഷെ ഒരു മലയാള സിനിമ ബോക്സ് ഓഫീസിൽ വിജയിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത്ര കൂടുതലൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. സിനിമകൾക്ക് പറ്റുന്ന പ്രമേയം, നമ്മുടെ തിയേറ്ററിലെ പ്രേക്ഷകരെ ആകർഷിക്കാൻ കിട്ടുന്ന പ്രമേയങ്ങൾ, അതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ ഇഷ്ടം പോലെ ലഭ്യമാണ്. അപ്പോൾ അതൊന്നും അലയിരുന്നില്ല ബ്ലസ്സിയുടെ വീക്ഷണമെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ഇത് മാത്രമല്ല, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സന്തോഷ് ജോർജൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ അതിരുകൾ മായിച്ച് ഈ സിനിമയ്ക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ഒരുപക്ഷെ നമുക്ക് പിൽക്കാലത്ത് നമ്മുടെ സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ സിനിമ കൊണ്ടുവരാൻ സാധ്യതയുള്ള പുരസ്കാരങ്ങളൊക്കെ വളരെ കൂടുതലാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഈ സിനിമ ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് വിദേശ നാടുകളിലേക്ക് നെറ്റ് വഴി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതിൽ മനസ്സിലാവായി ഒന്നും ഈ സിനിമയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ സിനിമ ഒരു മനുഷ്യൻ അവൻ്റെ പ്രവാസ കാലത്ത് അവൻ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ഒരുപക്ഷെ ഒരു മനുഷ്യനും ഒരു ജീവിതത്തിൽ സംഭവിച്ചുകൂടാത്ത തിന്മകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നതിൻ്റെ കാഴ്ചപ്പാടും കഥയും തന്നെയാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ദൃശ്യത്തിൽ പോലും നമുക്കൊരു മനസ്സിലാവായിക എന്ന് പറയുന്ന സാധനം അനുഭവപ്പെടുന്നില്ല. ഈ സിനിമ വളരെ സങ്കീർണമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഈ സിനിമ ആദ്യന്തം ഒരു ലളിതമാണ് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം കടന്നുപോയ ആദ്യന്തമുള്ള ടെൻഷൻ, അപ്പോൾ എന്നോട് ഈ അടുത്തിടെ ഒരു സുഹൃത്ത്, എൻ്റെ മാധ്യമത്തിൽ ജോലി ചെയ്യുന്നൊരു സുഹൃത്ത് ചോദിച്ചു, ഈ നജീബ് കള്ളത്തരം പറയുമായിരിക്കുമോ, ഇനി ഇത്രയൊക്കെ ഇയാൾ അനുഭവിച്ച് കാണും എന്ന് ഒരു സംശയം അദ്ദേഹത്തിന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം തോന്നുന്നു. എനിക്കൊന്ന് അദ്ദേഹം ആ പുസ്തകം വായിച്ചിട്ടതാണ് എനിക്ക് തോന്നില്ല. ഞാൻ നിങ്ങൾക്കറിയുന്ന പോലെ ഈ ഫ്ലവേഴ്സ് ഒരു കൂടി എന്നുള്ള ഞാൻ ഫ്ലവേഴ്സിൽ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഈ നജീബ് വന്നിരുന്നു. അപ്പോൾ ഈ നജീബിനോട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിലും ചോദിച്ചു, ക്യാമറയ്ക്ക് പിന്നിലും കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ആ കാലത്ത് എന്നുള്ളത്. അത് എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം, പൃഥ്വിരാജ് ഈ ക്യാരക്ടറിലേക്ക് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, അല്ലേ, അദ്ദേഹത്തിന് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം അത് പറയുണ്ടായി. അപ്പം ഇപ്പോൾ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ആദ്യം സന്തോഷ് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ ഞാൻ വണ്ടി പിടിച്ച് അങ്ങനെ വീട്ടിൽ പോയി ആദ്യം എന്തെങ്കിലും ചോദിച്ചറിഞ്ഞ് അങ്ങനെ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ ഉൾക്കൊണ്ട് മടങ്ങി വരും. ഇതൊന്നും ഒരുപക്ഷെ അത് ആ സിനിമയ്ക്ക് ചിലപ്പോൾ നല്ലതായി ഭവിച്ചു എന്നല്ലേ പൃഥ്വിരാജിൻ്റെ അഭിപ്രായം? എന്തോ നന്നായി എന്നാണോ തോന്നുന്നത്? ഹലോ സാറ് പറഞ്ഞ ശരിയാണ്. ഞാൻ നജീബ് കെ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിങ്ങിൽ അവസാനത്തെ ഷോട്ട് എടുത്തതിന് ശേഷമാണ് ആദ്യമായി അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ തീരുമാനം എടുത്തെന്തിനായിരുന്നു? അതെ, അതിന്റെ നജീബിക്ക് എല്ലാ തരത്തിലുള്ള ആക്സസും എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കാരണം ബ്ലസ് ചേട്ടൻ്റെ സുഹൃത്താണ്, ബെന്നി ചേട്ടൻ്റെ സുഹൃത്താണ്, എല്ലാവർക്കും അറിയാം, എപ്പോൾ വേണമെങ്കിലും കാണാം. ഈ റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ നമ്മൾ തിരശ്ശീലയിലേക്ക് നമ്മൾ പകർത്തെടുക്കുമ്പോൾ രണ്ട് തരം പ്രോസസ്സുകളാണ് അതിന്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് രൺവീർ സിംഗ് എന്ന് പറഞ്ഞൊരു നടൻ 1983 എന്ന സിനിമയിൽ കപിൽ ദേവായി അഭിനയിച്ചു. അപ്പൊ അതിലൊരു ഇമിറ്റേഷൻ വളരെ ആവശ്യമാണ്. കാരണം ഇപ്പോൾ കപിൽ ദേവ് എന്ന് പറയുന്ന ലെജൻഡറി ക്രിക്കറ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എങ്ങനെയാണ് ബോൾ ചെയ്തിരുന്നത്, എങ്ങനെയാണ് ബാറ്റ് ചെയ്തിരുന്നത്, അദ്ദേഹം എങ്ങനെ സംസാരിച്ചിരുന്നു ഉള്ള എല്ലാവർക്കും അറിയാം.
അപ്പോൾ നമ്മളൊരു ഇമിറ്റേഷൻ്റെ ലെയർ വളരെ ആവശ്യമാണ്. ഇപ്പോൾ രൺവീർ കപിൽ സാറിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് 1-2 മാസത്തോളം രൺവീറും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹം സംസാരിക്കുന്നതും ഒക്കെ കണ്ട് പഠിച്ച് അങ്ങനെ ഇംബൈബ് ചെയ്തെടുത്ത ഒരു ഓൾമോസ്റ്റ് ഒരു ഇമിറ്റേഷൻ / പെർഫോമൻസ് ആണ് ആ സിനിമയിൽ രൺവീർ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ രൺബീർ കപൂർ സഞ്ജു എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും സഞ്ജയ് ദത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഗെയ്റ്റ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ അടുത്ത് നിന്ന് കണ്ട് പഠിച്ചൊരു ഇമിറ്റേഷനാണ്. അത് ആവശ്യമാണ് പെർഫോമൻസിന്. ഇപ്പോൾ നജീബ് എന്ന് പറയുന്ന വ്യക്തി, ഷുക്കൂർ അഥവാ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞു എന്നുള്ളതല്ലാതെ കേരള സമൂഹത്തിന് അങ്ങനെ വലിയ അടുത്ത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇമിറ്റേഷൻ്റെ ഒരു ലെയർ ഈ പെർഫോമൻസിൽ ആവശ്യമില്ല എന്നുള്ള തീരുമാനം വളരെ മുൻപ് തന്നെ ബ്ലെസ് ചേട്ടനും ഞാനും ചേർന്നെടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ ആ ക്ലാരിറ്റി ഉണ്ടായതിൽ പിന്നെ ആസ് എൻ ആക്ടർ എൻ്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ബ്ലെസ്സി ചേട്ടൻ തിരക്കഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ബ്ലെസ് ചേട്ടനും നജീബും യഥാർത്ഥ നജീബും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് സമാനതകളും ഉണ്ട്, പക്ഷെ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട്. ബ്ലെസ് ചേട്ടൻ്റെ നജീബും ബെന്നിച്ചേട്ടൻ്റെ നജീബും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ബെന്നിച്ചേട്ടൻ ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നജീബും ബ്ലെസ് ചേട്ടൻ നജീബും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ബെന്നിച്ചേട്ടൻ്റെ നജീബും യഥാർത്ഥ നജീബും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഓരോ ജനറേഷൻ ഓഫ് ട്രാൻസ്ഫറൻസിലും നജീബ് ഇങ്ങനെ ഇവോൾവ് ആയി. അപ്പം ഞാൻ ഏത് നജീബിനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബ്ലെസ് ചേട്ടൻ നജീബിനെയാണ് ഞാൻ ശരിക്കും സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനൊരു അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു, പിന്നെ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ, അതെല്ലാം എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റഡ് ആണ് ബെന്നിച്ചേട്ടൻ്റെ കയ്യിലും ബ്ലെസ് ചേട്ടൻ്റെ കയ്യിലും. ഇപ്പോൾ ബെന്നിച്ചേട്ടൻ ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ബ്ലെസ് ചേട്ടൻ ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ നജീബിനെ കുറിച്ച് ബ്ലെസ് ചേട്ടൻ ഇമാജിനേഷനിലും ഉണ്ട്. അതെല്ലാം എനിക്കും പകർന്നു തന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു തീരുമാനം എടുത്തത്. ഞാൻ ഇപ്പോൾ JC ഡാനിലായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ നക്സൽ ജോസഫായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ ഈ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒട്ടനവധി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചുള്ളൊരു നടനാണ്. ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടും ഇവരെക്കുറിച്ചൊന്നും നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ അയാളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ദൗത്യമായിരുന്നില്ല എൻ്റേത്. അത് തന്നെയായിരുന്നു ഈ സിനിമയിലും അങ്ങനെ ഇദ്ദേഹത്തെ കണ്ട് പഠിച്ച് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല. പക്ഷെ അന്ന് ഇപ്പോൾ യൂട്യൂബിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു കോൺവെർസേഷൻ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് ആ കോൺവെർസേഷന് മുൻപും അത് ഒരുപാട് അന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അപ്പോൾ ഏറ്റവും ഒരു പ്രൊഫൗണ്ട് ഒരു ആർട്ടിസ്റ്റ് റിയൽ ലൈഫ് വ്യക്തി തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് അന്ന് ഞാൻ കുറേ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ചേട്ടാ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നെനിക്കറിയാം, അപ്പോൾ അന്ന് എന്താണ് ശരിക്കും ചേട്ടൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ എല്ലാ ആക്ടേഴ്സിനും ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു 100-300 ആൾക്കാരുടെ ക്രൂ നിൽക്കുമ്പോഴും 10-20 ലൈറ്റുകൾ നമ്മുടെ മുകളിലേക്ക് അടിക്കുമ്പോഴും ഒരു ക്യാമറാമാൻ ഡയറക്ടറൊക്കെ ഉണ്ടെങ്കിലും റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറിന് ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും. നമ്മൾ ആ ഏകാന്തതയിലാണ് നമ്മൾ ഒരു പെർഫോമൻസ് വരുന്നത്. ആ സോളിറ്റ്യൂഡിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഇമോഷൻസ്, മെമ്മറീസ്, ലൈഫ് എക്സ്പീരിയൻസസ് എല്ലാം വളരെ എനിക്ക് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അപ്പോൾ എൻ്റെ പെർഫോമൻസ് കറക്റ്റ് താളത്തിലായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അല്ലാതെ അദ്ദേഹത്തെ കാണണ്ടാന്ന് തീരുമാനിച്ചത് ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ സിനിമ എനിക്കൊന്ന് വന്നു കഴിഞ്ഞിട്ടും എനിക്കൊന്ന് പൃഥ്വിരാജ് സംസാരിച്ച ആ ഇൻ്റർവ്യൂ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ഈ നജീബ് എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ നെറ്റിൽ പറക്കുക എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഞാൻ ചെയ്ത ആ പ്രോഗ്രാം തന്നെ ഏതാണ്ട് 20 ലക്ഷം ആൾക്കാരോളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 5 ദിവസം ആയപ്പോൾ തന്നെ അത് 10-12 ലക്ഷം ആൾക്കാർ കണ്ടു. ഇത്ര വേഗത്തിലൊക്കെ സാറിന് അത്രയും ലെങ്ത്തുള്ള ഒരു പ്രോഗ്രാം ഒന്നും നെറ്റിൽ അങ്ങനെ പറക്കാറില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ അറിയാനും ഒരുപക്ഷെ പൃഥ്വിരാജിൻ്റെ വേഷം കണ്ടതിന് ശേഷം കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും ഒക്കെ ആൾക്കാർ താല്പര്യം. അപ്പോൾ ഈ സിനിമ നമ്മുടെ പ്രേക്ഷകരിലും ഇൻ്റർനെറ്റിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൗതുകം, ഒരു അത്ഭുതം, ഒരു വിസ്മയം. ഞാൻ ശരിക്കും അറേബ്യൻ നാടുകളിലെ ചില മരുഭൂമിയുടെ അരികത്തൂടെയൊക്കെ പോയിട്ടുണ്ട്, അതിനകത്ത് ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ ഇത്രയും ഈ മണലിലൊക്കെ
ഇവർ നടത്തിയ ഒരു അധ്വാനം, അത് നമുക്ക് വേറൊരു സന്തോഷ് കുളങ്ങര പറഞ്ഞ പോലെ അത് ക്യാഷ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ചരിത്രപരമായ പരാജയമായിരിക്കും നമുക്കുണ്ടാകുക. കാരണം ഇങ്ങനൊരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു ആലോചനയിൽ കൊണ്ടു നടക്കുന്ന പോലൊരു ടെൻഷനായിരിക്കും അത്. കാരണം ഇനി ഒരാൾ ഈ സിനിമ 2-3 ആവർത്തി കണ്ടാൽ ഇങ്ങനൊരു സിനിമ പിടിക്കാൻ ഇറങ്ങത്തില്ല. കാരണം അത് ആദ്യം എന്തോ അത് ഭയങ്കര ഒരു വളരെ പ്രയാസമുള്ള ഒരു സിനിമയാണ്. നമുക്ക് ഈ ഷൂട്ടിങ്ങിൻ്റെ ടെൻഷനൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ നമ്മളിപ്പം മലയാളികൾ മാത്രം സംസാരിക്കുന്നത് പോലെ തന്നെ ഈ നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളിൽ ഉയരങ്ങളിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ കണ്ടെത്തുന്നത് പോലെ ഒരുപാട് മലയാളികൾ ഇരിപ്പുണ്ട്. അതായത് സമൂഹത്തിലെ ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സ് നമ്മൾ പറയുന്ന അഭിപ്രായം രൂപീകരിക്കാൻ കഴിയുന്ന ഇൻ്റർനാഷണൽ മലയാളികൾ ഒരുപാടുണ്ട്. അമേരിക്ക പോലുള്ള നാടുകളിൽ ഒത്തിരിയുണ്ട്. തീർച്ചയായിട്ടും ഓസ്കർ പുരസ്കാരത്തിനൊക്കെ പരിഗണിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു അന്തർദേശീയ സിനിമ തന്നെയാണ്. നമ്മുടെ ഈ കൊച്ചു ഭാഷയിലാണ് പ്രധാനമായിട്ടും നിർമ്മിച്ചതെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മൾ ഈ പത്മ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ കാലുപിടിക്കാൻ നടക്കുന്ന പോലെ ഒരു സംഭവമല്ല ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ വേറൊരു രീതിയിലുള്ള ഒരു ശ്രമമാണ് ആൾക്കാർ. കാരണം ഞാനൊക്കെ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാൾക്കൊരു ഇപ്പം പൃഥ്വിരാജിന് നാളെ ഒരു ഇൻ്റർനാഷണൽ പുരസ്കാരം കിട്ടിയാൽ പൃഥ്വിരാജിന് അത് തല നിവർത്തി നിന്ന് വാങ്ങിക്കാൻ പറ്റണം. അതല്ലെങ്കിൽ പിന്നെ ആ അവാർഡിന് അർത്ഥമില്ല. അത് ഈ അവാർഡ് തരുന്ന ആളെ കാണും തല കുനിഞ്ഞു പോകുന്നെങ്കിൽ അത് കുറുക്കു വഴിയിലൂടെ പോയൊരു അവാർഡാണെന്ന് ആളുകൾ കരുതും. അപ്പോൾ ബ്ലസ്സി എനിക്ക് തോന്നുന്നു ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്തെ ടീം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പാടിയ പാട്ടിൻ്റെ അതിലെ ഒരുപക്ഷെ ഒരു തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എവിടേക്കോ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു അംശം ആ പാട്ടിൻ്റെ സംഗീതത്തിനുണ്ട്. അപ്പോൾ അതും ഒരുപക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. AR റഹ്മാനെ പോലെ ഒരാൾ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ നിൽക്കുക, അതുപോലെ ഇതിൻ്റെ ശബ്ദം ഒരു ഇന്ദ്രജാലമാക്കി മാറ്റുക, ഇതൊക്കെ ചെയ്തെല്ലാം ഓസ്കർ അവാർഡ് വിന്നേഴ്സ് ആയതുകൊണ്ട് സുൽ പൂക്കുട്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ സിനിമയ്ക്കൊരു ഇൻ്റർനാഷണൽ ടച്ച് ഇപ്പം തന്നെ ഉണ്ട്. പിന്നെ ഈ സിനിമ സ്ക്രീനിൽ കാണുന്ന ഒരാളിന് തന്നെ ഈ സിനിമ ഒരു പ്രാദേശികമായ ഒരു മലയാള ഭാഷയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച സിനിമയല്ലെന്ന് ആ സിനിമയുടെ ആദ്യം മുതൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ സിനിമ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ മറ്റുള്ള ഭാഷക്കാർ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കൊന്നും ചില മീഡിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ സിനിമയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടൊക്കെ ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ശുദ്ധ തോന്നിവാസമാണ് എന്ന് ഞാൻ പറയും. കാരണം ചില ആളുകളോട് തോന്നുന്ന വ്യക്തിപരമായ ഉദ്ദേശം കൊണ്ട് ഒരു ഉന്നതമായൊരു സർഗ സൃഷ്ടിയെ മുഴുവൻ കശക്കി ഭിത്തിയിൽ ഒട്ടിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് എഴുതിയതാണ് ആ വീഡിയോ, അല്ലെ പറഞ്ഞതാണ് ആ വീഡിയോ എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ അറിയിക്കുന്ന അവഗണനയോട് തള്ളിക്കളയുക. കാരണം നമ്മുടെ പൃഥ്വിരാജ് ഇങ്ങനൊരു വേഷം ചെയ്തു, ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ ബ്ലസ്സി ഇങ്ങനൊരു പടം ചെയ്തു, ബ്ലസ്സിയുടെ ടീം ഇത്രയും അധ്വാനിച്ചൊരു സിനിമ ഉണ്ടാക്കി, അതിനൊരു ലോക നിലവാരമുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെയും അഭിമാനത്തോടെയും പറയേണ്ടതിന് പകരം ഈ സിനിമ അങ്ങനെയല്ല സംസാരിക്കുന്നത്, അതിൻ്റെ രീതികൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു സിനിമയോടൊന്നല്ല ഒരു കലാരൂപത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും അതിലൊന്നും ഞാൻ കടക്കുന്നില്ല. ഓരോരുത്തർ ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ എന്തായാലും ഈ സിനിമ സഞ്ചരിക്കേണ്ട വഴികളെക്കുറിച്ച് ഇതിലെ അഭിനേതാക്കൾക്കും ഇതിൻ്റെ ഡയറക്ടേഴ്സിനൊക്കെ വ്യക്തമായ ധാരണയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ആ വഴിയിൽ പോയി ഈ സിനിമ വലിയ അംഗീകാരങ്ങൾ നേടട്ടെ എന്ന് മാത്രം ആശംസിക്കാം. അതുപോലെ എന്നെപ്പോലൊരു പരിമിതമായ ചുറ്റുപാടിൽ കഴിയുന്നൊരു മാധ്യമപ്രവർത്തകന് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാനൊക്കെ ഉണ്ടാവും ഈ സിനിമയുടെ കൂടെ നടക്കാൻ. താങ്ക് യു. ഞാൻ സംസാരിച്ച് തുടങ്ങുന്നതിന് എനിക്ക് രാജുവേട്ടനോടും ബ്ലസ്സിയേട്ടനോടും ചോദിക്കാനുള്ളത്, മലയാളത്തിൽ കുറേ ഇതിഹാസ നോവലുകളും കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ആടുജീവിതം എന്നൊരിത് എങ്ങനെയാണ് ബ്ലസ്സിച്ചേട്ടൻ്റെ മനസ്സിൽ അതൊരു സിനിമയായിട്ട് രൂപപ്പെട്ടത്? ആ സമയത്ത് രാജുവേട്ടനോടും കൂടെ ഉള്ളതാണ്, ആ സമയത്ത് ഈ പറഞ്ഞ പെർസ്പെക്റ്റീവ്സൊക്കെ ചിന്തിച്ചിരുന്നു? തൊഴിൽ തർക്കം, ഒരു കുടിയേറ്റം തുടങ്ങിയ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമ്മളെ മലയാളത്തിൽ ഒരു കഥയിലൂടെ പറഞ്ഞ് തീർക്കാമെന്ന് ആ സമയത്ത് ചിന്ത വന്നിരുന്നു? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ദൃശ്യ സാധ്യതയാണ്, ഒരു സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ദൃശ്യ സാധ്യതയാണ്. അപ്പം അത് ഏറെ സമ്പന്നമായിരിക്കുന്ന ഒരു വലിയ ഒരു ഭൂമികയിൽ നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നത്, ഈ കഥ പറയുന്നത്. രണ്ടാമത്തെ വിഷയം, ഇത് പറയുന്ന കഥ ലോകമെമ്പാടും സംസാരിക്കപ്പെടേണ്ടിയ അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടേണ്ടിയ ഭാഷയ്ക്കപ്പുറമായിട്ട് ഒരു ലാംഗ്വേജ് ഇല്ലാതെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ കൂടെ യാത്ര ചെയ്യേണ്ടിയാണ് എന്നുള്ളതാണ് ഇതിനെ യൂണിവേഴ്സലാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു വലിയൊരു ഭാരിച്ച അധ്വാനം ആവശ്യമാണ്. ഒപ്പം തന്നെ
ഇതിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ഇത് എത്തപ്പെടേണ്ട അത്തരത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് AR റഹ്മാൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു മലയാള സിനിമ ചെയ്യുമ്പോൾ ഒരു ഓസ്കാർ വിന്നറായ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു മ്യൂസിഷ്യൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, റസൂൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഇതിലെ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും എന്ന് വെച്ചാൽ ഏറ്റവും ഇന്ത്യയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രോഡക്റ്റായിട്ട് മാറുക, സിനിമയായിട്ട് മാറുക എന്നുള്ളത്, ആ സിനിമ അത്രയധികം സംസാരിക്കാൻ കെൽപ്പുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇൻ ദി വെരി ബിഗിനിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. രാജുവേട്ടനും ആ കഥ വായിച്ചതിനപ്പുറം നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ച് തന്നെ നമുക്കത് ഒരു പ്രൊഡക്റ്റായിട്ട് വിദേശത്ത് ഒരു ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അന്നേ തോന്നിയിരുന്നു. ഈ 2009 ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോഴേ ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു തീമാറ്റിക് ബാക്കിംഗ് ഉള്ള സിനിമയാണെന്നുള്ളൊരു തിരിച്ചറിവ് ബ്ലസ്സേട്ടനും എനിക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. സിനിമയല്ല, പുസ്തകവും ആ കഥയും ആ ജീവിതവും അങ്ങനെയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു പലപ്പോഴും ഡിസ്കഷൻസിൽ നമ്മൾ മിസ്സായി പോകുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആടുജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഡിസ്കഷനിലേക്ക് വരുന്നത് മൈഗ്രേഷനെ കുറിച്ചാണ്. കുടിയേറ്റം, അല്ലെങ്കിൽ നമ്മൾ ഒരു ബെറ്റർ ലൈഫ് തേടി മറ്റൊരു രാജ്യത്തിൽ പോവുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോവുക എന്ന് പറയുന്നത്. അതിലും യൂണിവേഴ്സലാണ് അതിന് പുറകിലുള്ള ദ ബ്രോഡർ പെർസ്പെക്റ്റീവ്. ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ആക്ച്വൽ റീസൺ ഈ സെഗ്രിഗേഷൻ. അത് സോഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും ഇക്കോണമിക്കലി ആണെങ്കിലും ഇനിയിപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ഘടകങ്ങളിലാണെങ്കിലും സെഗ്രിഗേഷനാണ് മൈഗ്രേഷൻ്റെ കാരണമാകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിൻ്റെ സമ്പദ്ഘടന, ചില പ്രദേശങ്ങൾ കുറച്ചുകൂടെ നല്ല സാമ്പത്തിക ശേഷിയുള്ള സമ്പദ്ഘടനയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ മനുഷ്യർക്ക് എപ്പോഴും ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹമുണ്ടാവും. പൊളിറ്റിക്കലി ഒട്ടും പീസ്ഫുൾ അല്ലാത്ത നമുക്കൊരു സസ്റ്റനൻസ് ഗ്യാരണ്ടീഡ് അല്ലാത്ത ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അയ്യോ സമാധാനപരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി അവിടെ ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ. അപ്പോൾ എന്താണ് ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്? ഇത്രയും വലിയൊരു ലോകമുള്ളപ്പോൾ അവിടെ ചില സ്ഥലങ്ങളിലാണ് ഇക്കോണമിക്കലി ബെറ്റർ, പൊളിറ്റിക്കലി ബെറ്റർ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ സ്ഥിതിഗതികൾ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നത്. ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇൻഫാക്ട് ഈ സിനിമ കൺസീവ് ചെയ്യപ്പെട്ട 2009 എന്ന കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ഇന്ന് പ്രസക്തമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ജനറൽ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ബോർഡേഴ്സ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അന്യരെ എങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാതെ ഇരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ തീവ്രമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് 100 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് വിസ ഇല്ല ഈ ലോകത്ത്. ആർക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അവിടെ നിന്ന് നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു മൈക്രോകോസമായ 100 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഹൗ ഡു വി പ്രൊട്ടക്റ്റ് അവർ ബോർഡേഴ്സ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭരണവ്യവസ്ഥിതികളുടെയും ഒരു പ്രയോറിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ സെഗ്രിഗേഷൻ ആണ് മൈഗ്രേഷൻ്റെ റീസൺ. അത് ഇന്ന് എക്സ്ട്രീംലി റെലവൻ്റ് ആയ, എക്സ്ട്രീംലി ഇന്ന് ടുഡേസ് പ്രോബ്ലമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ മൈഗ്രേഷനും. ആ മൈഗ്രേഷൻ്റെ ഒരു സ്റ്റാർക്ക് റിമൈൻഡർ, അതിലെ ഒരു പേഴ്സ്പെക്റ്റീവിൻ്റെ ഒരു സ്റ്റാർക്ക് റിമൈൻഡറാണ് നജീബിൻ്റെ കഥയും ആടുജീവിതം എന്ന് പറയുന്ന സിനിമയും. അപ്പോൾ അത് ട്രൂലി ഗ്ലോബൽ ആണ് എന്നും ലോകത്തിലെ ഏത് പ്രദേശത്ത് പോയി നമ്മൾ ഈ സിനിമ കാണിച്ചാലും ഇത് സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഈ കഥ ഇമ്പാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ട്രൂലി ഒരു ഭാഷയ്ക്കും പ്രദേശത്തിനുമൊക്കെ അതീതമാണ് എന്നുള്ളതും ഈ സിനിമയുടെ വലിയ ക്വാളിറ്റീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇന്നെന്നല്ല, 2009 തന്നെ. അന്ന് തന്നെ ബ്ലസ് ചേട്ടൻ്റെയും എൻ്റെയും ആഗ്രഹം, എൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇൻ്റർവ്യൂസ് ആടുജീവിതത്തിനെ കുറിച്ച് എടുത്ത് നോക്കിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അന്നേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാക്കാനാണ് ഞങ്ങളുടെ ശ്രമം എന്നാണ് ഞാൻ അന്നേ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഓടി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണെങ്കിൽ ഇത്ര വലിയൊരു എഫേർട്ടിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ടെക്നീഷ്യൻസിനെ അവരുടെ ശമ്പളം കൊടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ അതൊന്നും ഒരു പ്രയോറിറ്റി ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഈ സിനിമ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് പോസിബിൾ വേർഷൻ ചെയ്യണം
എന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു ബ്ലസ് ചേട്ടൻ്റെ. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും പൈസ മുടക്കി ഇത്രയും എഫേർട്ട് എടുത്ത് ഈ സിനിമ ഉണ്ടാകുന്നത്. ആൻഡ് ഐ എം റിയലി പ്രൗഡ്. ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ആ പറയുന്നതിലൊരു അർത്ഥമില്ല. പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ മറ്റൊരു നടനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് പോലെ അന്ന് ഞാൻ പോയേനെ. ഐ വുഡ് ഹാവ് ബീൻ ദെയർ. കാരണം ഇത് എൻ്റെ സിനിമ, ബ്ലസ് ചേട്ടൻ്റെ സിനിമ എന്നുള്ളതിൽ നിന്നൊക്കെ വളർന്നു കഴിഞ്ഞു. ആൻഡ് ഇൻ ഓൾ ഓണസ്റ്റി ഇപ്പം നമ്മൾ എല്ലാവരും ഇരുന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടേണ്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കിട്ടേണ്ട സ്വപ്നതുല്യമായ ഒരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം ആടുജീവിതത്തിൻ്റെ കളക്ഷൻ പോരെ, എങ്ങനെയെങ്കിലും കളക്ഷൻ കൂടണം എന്നതിന് വേണ്ടിയല്ല നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്, അല്ലേ? വി ആർ ഓൾ ഹിയർ ഫോർ എ ഗ്രേറ്റർ കോസ്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് ഐ ഹോപ്പ് ദ ഫിലിം അച്ചീവ്സ് ഇറ്റ്സ് ട്രൂ പൊട്ടൻഷ്യൽ. അതിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി പലപ്പോഴും നമുക്കിവിടെ എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, എങ്ങനെയാണ് ആടുജീവിതം ഇപ്പം ഇന്ത്യയിൽ എല്ലാവരും ആടുജീവിതം കണ്ടു. വേൾഡ് പെർസ്പെക്റ്റീവിലേക്ക് അത് ഇറക്കുകയാണെങ്കിൽ മറ്റു ഭാഷകൾ, ഇന്ത്യക്ക് അപ്പുറത്ത് മറ്റു ഭാഷകളിലേക്ക് ആളുകൾ ഇത് കാണണമെങ്കിൽ ഡൗട്ടാണ്. എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഈ സിനിമയെ, ഇന്ത്യക്ക് പുറത്തേക്ക് വലിയൊരു വേദിയിലേക്ക് എത്തിക്കാനുള്ള കടമ്പകൾ എന്തൊക്കെയാണ് എന്നതാണ് അറിയേണ്ടത്. ഇതിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇതൊരു മലയാള സിനിമ എന്ന നിലയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നായി മാറി. മലയാളികൾ വലിയ സ്വീകാര്യത, ലോകമെമ്പാടുമുള്ള മലയാളികൾ വലിയ സ്വീകാര്യത ഈ സിനിമയ്ക്ക് തന്നു. ഇന്നിപ്പോൾ ഈ സിനിമ ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നു. ഈ ചർച്ചകൾ ആടുജീവിതത്തെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ സ്റ്റുഡിയോ ഹൗസോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്ററോ അങ്ങനെ ആരെങ്കിലും ഇതൊരു എക്സ്ട്രീം പൊട്ടൻഷ്യൽ ഉള്ളൊരു ഒരു പീസ് ഓഫ് ആർട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിനൊരു ഇൻ്റർനാഷണൽ പ്രസൻസ്. ഇപ്പം ഞാനൊരു ചെറിയ കഥ പറയാം. 16 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച സിനിമയാണ് സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ടെററിസ്റ്റ് എന്ന് പറയുന്ന സിനിമ. 16 ലക്ഷം രൂപയാണ്. എനിക്കറിയാം, സന്തോഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ബ്യൂട്ടിഫുൾ ഫിലിമാണ്, കണ്ടിട്ടൊന്നും അറിയില്ല, വളരെ മനോഹരമായ സിനിമയാണ്. അപ്പോൾ ഈ സിനിമ അന്ന് നിർമ്മിച്ചിട്ട് ഇത് അവിടെ ഇവിടെ ചെറിയ ചില ഫിലിം ഫെസ്റ്റിവൽസിൽ കാണിക്കുന്നു, ചില സെലക്റ്റഡ് ആൾക്കാർക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ US എവിടെയോ ഈ സിനിമ കാണിച്ച ഒരു പ്രദർശനത്തിൽ ജോൺ മാൽക്കോവിച്ച് എന്ന് പറയുന്ന നടൻ അന്ന് ആ ഷോയിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് സന്തോഷ് ശിവൻ്റെ അടുത്ത് യു ഹാവ് മെയ്ഡ് എ ട്രൂലി ഇന്റർനാഷണൽ ഫിലിം, ഇതിങ്ങനൊന്നുമല്ല എന്ന് പറഞ്ഞ് ജോൺ മാൽക്കോവിച്ച് ആ സിനിമ വാങ്ങിക്കുകയായിരുന്നു. ഇന്ന് നിങ്ങൾ ടെററിസ്റ്റിന്റെ ബ്ലൂറേയോ DVD എടുക്കുകയാണെങ്കിൽ ജോൺ മാൽക്കോവിച്ച് പ്രസൻസ് എന്ന് മുകളിലുണ്ട്. അദ്ദേഹം ഈ സിനിമ ടെററിസ്റ്റ് എന്ന സിനിമ ഏറ്റെടുത്തതിന് ശേഷമാണ് അതിന് ആക്ച്വലി ഒരു ഫുൾ ഓൺ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടുന്നതും പല രാജ്യങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടുന്നതും. അങ്ങനെ എന്തെങ്കിലുമാണ് ഇനി സംഭവിക്കേണ്ടത് ആടുജീവിതം എന്ന സിനിമയ്ക്ക്. അതാണ് ഇതിൻ്റെ അടുത്തൊരു ബ്ലസ് ചേട്ടനും ഞാനും കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ കാണുന്ന സ്വപ്നം അതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അറീനയിൽ ഒരാൾ ഈ സിനിമ കണ്ടിട്ട് മാൻ ദിസ് ഫിലിം ഡിസേർവ്സ് ടു ട്രാവൽ എന്ന് പറയുകയും അപ്പോൾ ആൾക്കാരെ എനിക്കറിയാം ഇപ്പം തന്നെ ചോദ്യങ്ങൾ വരും, എന്നാൽ പിന്നെ അതിൻ്റെ ചെലവ് പൃഥ്വിരാജ് ഏറ്റെടുത്തൂടെ, അല്ലെ ബ്ലസ്സിക്ക് അങ്ങ് ഏറ്റെടുത്തൂടെ എന്നുള്ളത്. സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, ആക്ച്വലി പൈസ എന്നുള്ളത് മാത്രമാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഈ സിനിമയോട് അത്രയും സ്നേഹമുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അതിനൊരു പ്രോസസ്സിനെ കുറിച്ചുള്ളൊരു അറിവ് വേണം, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ബാക്കപ്പ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, പിടിപാട് വേണം എന്ന്. എക്സാക്ട്ലി. എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ സത്യമായിട്ടും അന്നൊരു ആടുജീവിതം ഉണ്ടായാൽ ഞാനത് ചെയ്യും കേട്ടോ, 100%. എന്തായാലും 2 വട്ടം സിനിമ കണ്ടെന്ന ആള് എന്ന രീതിയിൽ എനിക്ക് പറയാവുന്നതാണ്. വെൽ ഡിസേർവ്ഡ് ആണ്, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ആടുജീവിതം എന്ന ടൈറ്റിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു മുദ്രയാണ്. അത് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സിനിമ വന്നതിന് ശേഷം സംസാരിക്കുന്നു എന്ന നിലയ്ക്കല്ല. ആടുജീവിതം എന്ന ടൈറ്റിൽ ഒരുപാട് നിലയിൽ കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആടുജീവിതം എന്ന നോവൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് അത് ആളുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഘട്ടം എത്തിയ സന്ദർഭത്തിൽ ആടുജീവിതം വായിച്ചവരും വായിക്കാത്തവരുമായി കേരളം മാറി എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ അത്രയധികം സ്വീകാര്യത നോവലിന് വരികയും, ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു രാത്രിയാണ് വായിക്കുന്നത്. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഇത് കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന ഒരുപാട് ഇമോഷണൽ വേവ്സ് ഇങ്ങനെ അനുഭവിച്ചിട്ട് തന്നെയാണ് അത് വായിച്ചത്. സമാനമായി ഇന്നിപ്പോൾ ആടുജീവിതം കണ്ടവരും കാണാത്തവരുമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാണാത്തവർക്ക് യഥാർത്ഥത്തിൽ അതെന്താണ്, പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ കാണാതെ പോകുന്നുണ്ടാവും. അസൗകര്യങ്ങൾ വല്ലതും ഉള്ളതും കൊണ്ടായിരിക്കും കാണാതിരിക്കുന്നത്. അല്ലാതെ ആ സിനിമ കാണണ്ട എന്ന് വെച്ചിട്ട് ഒരാൾ കാണാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു
എന്താ പറയുക, ഒരു എസെൻഷ്യാലിറ്റി ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കുക, ഒരു പുസ്തകത്തിനുണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ആടുജീവിതം അന്നൊരു ആ പുസ്തകം ഇറങ്ങിയ സമയത്ത് ആ ഒരു ചെറിയ പുസ്തകമായിട്ട് ഗ്രീൻ ബുക്സ് ഇറക്കിയതാണ്. എന്ന് വെച്ചാൽ അന്ന് അതിൻ്റെ പിക്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വളരെ കുറച്ച് പേജസ് മാത്രമാണ് നോവലിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് വായിക്കാനും ഇതെങ്ങനെയാണ് ഇത്രയും ചെറിയൊരു നോവൽ ഇത്രയും വലിയൊരു വിപ്ലവം ഉണ്ടാക്കുന്നത് എന്നൊരു തോന്നലിലേക്ക് ആളുകൾ എത്തിയിരുന്നു. സമാനമായി ഞാൻ വിചാരിക്കുന്നത് വളരെ ചെറിയൊരു എഫേർട്ട് എടുത്തിട്ട് ആടുജീവിതം എന്നൊരു സിനിമ അതേ നിലയ്ക്ക്, അത് ഇത്ര ചെറുതാണല്ലോ, അല്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ, ഒരു കഥാപാത്രത്തെ കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊരു സിനിമയാക്കാമല്ലോ എന്ന തോന്നലിലേക്ക് എങ്ങാനും പോയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുമായിരുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിനുവേണ്ടി ശ്രീ ബ്ലസ്സിയും ശ്രീ പൃഥ്വിരാജും എടുത്ത ആ എഫേർട്ട്, അത് മലയാള സിനിമ അത് എന്താ പറയുക, അത് വണങ്ങേണ്ടതാണ് എന്ന് ഞാൻ പറയും. കാരണം അത്രയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത് ആ സിനിമയുടെ ഓരോ ഫ്രെയിമിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ പ്രയാസവും ഒരുപക്ഷെ നജീബ് അനുഭവിച്ച ജീവിതം കുറേയൊക്കെ അനുഭവിച്ചുകൊണ്ട് മാത്രമേ അതൊരു കലാസൃഷ്ടിയായി പരിവർത്തിപ്പിക്കാൻ കഴിയൂ എന്നൊരു തോന്നലിലേക്ക് പൃഥ്വിരാജും ബ്ലസ്സിയും എത്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഗോകുൽ എന്ന പുതിയ നടൻ, സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടു, ഞാൻ ചേർത്ത് പിടിച്ചു. കാരണം ആ ഒരർത്ഥത്തിൽ ഹക്കീം മരിച്ചു പോകുന്ന നിമിഷം, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്തതിനെ ഏറ്റവും അധികം ബാധിച്ചത് സെക്കൻഡ് പാർട്ടാണെന്ന് പറയാം. ആ സെക്കൻഡ് പാർട്ടിൽ ഈ സർവൈവലിന് വേണ്ടിയിട്ടുള്ള, അല്ല അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ആ ജേണിയിൽ ഭയങ്കരമായ നമ്മളെ ഇമോഷണലി നമ്മളെ വല്ലാതെ തളർത്തുന്ന ഒരു മൊമെൻ്റാണ് ഹക്കീമിൻ്റെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലൊക്കെ അത് എത്തിക്കാൻ കഴിഞ്ഞത് സിനിമയുടെ ഒരു ഭയങ്കര ഒരു ടോപ്പ് ഫോം എന്ന നിലയ്ക്ക് മാത്രമല്ല, മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുണ്ടാകും. അപ്പം ഞാൻ ചില കഥകളൊക്കെ എഴുതുന്ന ഒരാളാണ്, എനിക്കും അറിയാം ഈ കഥ എഴുത്തിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് സംഭവിക്കുന്ന ഒരു തരം ഒരു തേർഡ് ഒരു ലോകമുണ്ട്, ഒരു മൂന്നാമത്തെ ലോകമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നതും അത് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നതും അതിനുശേഷം അത് ചെന്നെത്തുന്നതുമായിട്ടുള്ള ഒരു മൂന്നാമത്തെ ഒരു തലമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ മൂന്നാമത്തെ തലത്തിലേക്ക് നമുക്കത് എത്തിക്കാൻ കഴിഞ്ഞു, വിഷ്വലി എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഈ മൈഗ്രേഷൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ GCC രാജ്യങ്ങളിൽ ഇപ്പോൾ പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന ആ പോപ്പുലേഷൻ, നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറയ്ക്ക് ഏറ്റവും വലിയ അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം കൂടിയാണ് ഈ സിനിമ എന്ന് വെച്ചാൽ, അതിനുവേണ്ടിയുള്ള ഈ ആദ്യകാലത്തെ രക്ഷപ്പെടലുകളുടെ ദാരുണമായ ഒരു പോക്ക്, അത് അവസാനം അതിൽ നിന്ന് തിരിച്ച് വരാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ ആ ഒരു സർവൈവൽ, അതൊക്കെ എന്ന് വെച്ചാൽ അത് എല്ലാ കാലത്തും ഈ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ പലരും പറയുമല്ലോ, ഇപ്പോൾ ആദ്യകാലത്ത് ഇവിടുന്ന് കപ്പലുകൾ കയറിയും അല്ലെങ്കിൽ മറ്റു ചില സമുദ്രത്തിലൂടെ യാത്ര കഴിഞ്ഞ് അവിടെ എത്തി കഷ്ടപ്പെട്ട് ജീവിതം കെട്ടിപ്പടുക്കുന്ന ആളുകളെക്കുറിച്ച് ഒരുപാട് സിനിമകൾ ആ നിലയ്ക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മുദ്രയാണ്. ഇത് ഒരു മനുഷ്യന് സംഭവിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു തരം ഒരു എത്തിപ്പെടലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നോവൽ വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അത് സിനിമയിൽ കൂടി അനുഭവിക്കുന്ന സമയത്ത് അത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അത് സത്യത്തിൽ. അതായത് ആ നിലയ്ക്ക് കൂടി സിനിമ നമ്മൾ ഇൻ്റർനാഷണൽ ഫോറത്തിൽ എത്തിക്കുന്ന സമയത്ത് ആ ആസ്പെക്റ്റ് കൂടി നമ്മൾ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരിക്കലും ഒരു ഹ്യൂമൻ സർവൈവലിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ഒരു തിങ്കിങ്, അത് എത്തിപ്പെടാവുന്ന ഒരു അതിരുണ്ട്. അതിനും അപ്പുറത്തേക്ക് പോയതാണ് നജീബിൻ്റെ ജീവിതം എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾക്ക് ഒരാൾക്ക് അവിടുന്ന് തിരിച്ചു വരാൻ കഴിയും, അല്ലെങ്കിൽ ജീവൻ ബാക്കി കിട്ടുമെന്ന് തോന്നാത്ത തരത്തിലുള്ള അഡ്വേഴ്സിറ്റീസിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ തരണം ചെയ്തു? ഒരു ജീവൻ്റെ ഒരു അവസാനത്തെ ബാക്കിയുണ്ട്, അവസാനത്തെ തുണ്ട് വസ്ത്രങ്ങൾ കൊണ്ട്, അവസാനത്തെ തുണ്ട് ഒരു എന്താ പറയുക, ഒരു ചെറിയ ബാഗ് തൂക്കിലേറ്റി അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഏറ്റിക്കൊണ്ട് തിരിച്ചു വന്നുകൊണ്ട്, അതും പോലെ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ തിരിച്ചെത്തുകയാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഹ്യൂമൻ സർവൈവലിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഭയങ്കരമാണ്. അതും കൂടി നമ്മൾ ഇൻ്റർനാഷണലി നമുക്ക് കാണിക്കാൻ കഴിയണം. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കലാസൃഷ്ടി ഉണ്ടാവുന്നു. ഇപ്പം എനിക്ക് നേരത്തെ ശ്രീകണ്ഠ സാർ പറഞ്ഞ പോലെ തന്നെ മലയാളം സിനിമകളിൽ നിന്ന് ഓൾ ഓവർ ദ വേൾഡ് പല നിലയ്ക്കും ആളുകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്.
അതിൽ നിന്ന് ആ ഒരു സാധ്യത കൂടി മുൻനിർത്തി ഞാൻ പറയുന്നത് ഇൻ്റർനാഷണൽ ഫോറംസിലേക്ക് ആടുജീവിതം എത്തണം. ഞാൻ ഈ പറഞ്ഞ ആ ടൈറ്റിൽ, അതായത് നമുക്കിപ്പോൾ പൃഥ്വിരാജിനെ ഇങ്ങനെ കാണുന്നതും ആ പിക്ചറിൽ കാണുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ഒരു അത്ഭുതമുണ്ട്. അത് യഥാർത്ഥത്തിൽ ലോക സിനിമയുടെ വക്താക്കൾ കാണണം. ലോക സിനിമയുടെ വക്താക്കൾ അത് അറിയണം. എങ്ങനെയാണ് ആ സിനിമ സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളത് അറിയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതറിയാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വിചാരിക്കുന്നത് സിനിമ ഇതിനോടകം തന്നെ ഗ്ലോബൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ സിനിമ സംസാരിക്കുന്ന തീം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ഒരുപോലെ ഉള്ള അതിജീവനമാണ്. അത് ലോകത്തെ ഏത് മനുഷ്യനെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന അത് പൂർത്തീകരിക്കുന്ന വേളയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു തൊണ്ട വരളുന്നത് പോലത്തെ ഒരു അനുഭവമാണ്. വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള ഒരു അനുഭവം ലോകത്ത് ആർക്കും തോന്നാം. കാരണം അതിൽ ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. ഒരു മലയാളിക്ക് മാത്രം കണ്ടാൽ മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് മാത്രം കണ്ടാൽ മനസ്സിലാവുന്ന ഒന്നല്ല. ഈ കുടിയേറ്റമാവട്ടെ, പ്രതീക്ഷയാവട്ടെ, സർവൈവൽ ആവട്ടെ, ഇത് ലോകത്തെല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഈ സഹനം എന്ന് പറയുന്നത് ഏത് മനുഷ്യനും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതൊരു മലയാളം സിനിമ എന്നുള്ളത് ഈ കാര്യത്തിൽ ഒരു പരിമിതിയേ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ നിലയിൽ ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അത് ഒരു സ്പാനിഷ് ഭാഷയിലേക്ക് മാറ്റിയാൽ, അതിന് സബ് ടൈറ്റിൽ കൊടുത്താൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ, ഇവിടുത്തെ ഒരു തമാശയാണെങ്കിൽ അത് നമുക്ക് സെൻസ് ചെയ്യുന്നത് പോലെ, നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഒരു ലാറ്റിൻ അമേരിക്കക്കാരന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് കൾച്ചറലി, ട്രഡീഷണലി നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വേറൊരു നാട്ടുകാരന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അത് മലയാളിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഏത് മനുഷ്യനും ലോകത്തെ ഏത് കോണിലും ഒരേ തരത്തിൽ ഈ സ്ട്രഗിൾ അനുഭവിക്കാൻ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഇതിനെ ഇതൊരു ഗ്ലോബൽ വേദിയിലേക്ക് എന്തായാലും വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഇപ്പം ഞാൻ ഇത്തരം സിനിമകൾ പല ഭാഷയിൽ നിന്നും, ഇപ്പോൾ ആഫ്രിക്കൻ, അതല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ, അതല്ലെങ്കിൽ ഇറാൻ, ഇവിടെ നിങ്ങളിലൊക്കെയുള്ള സിനിമ കണ്ടിട്ടുള്ളത് ഫെസ്റ്റിവലുകളിലാണ്. നമ്മൾ ഫെസ്റ്റിവലുകളിൽ പോകുമ്പോൾ ആ ഫെസ്റ്റിവൽ ബുക്ക് നോക്കി, അതല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം അറിഞ്ഞ് നമ്മളൊരു സിനിമ കാണുന്നു. ആ സിനിമ നമ്മൾ അനുഭവിക്കുകയാണ്, ആ അനുഭവ തലം നമുക്ക് ലഭ്യമാവുകയാണ്. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചും വിവിധ ഫെസ്റ്റിവലുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഓഡിയൻസ് അവരവരുടെ നാടുകളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്ന കാലത്ത് ചില സിനിമകൾ കാണുമ്പോൾ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എത്രമാത്രം കഴിയുന്നു അതിൻ്റെ പരിസരം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ സിനിമ കാണുന്നു. ആ സിനിമ കണ്ടതിന് ശേഷം ഭീമാപ്പള്ളിയിൽ പോയിട്ട് അതിൻ്റെ CD ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 10-12 കൊല്ലം മുമ്പ്. അപ്പോൾ നമ്മളൊരു സിനിമ അത് അത്രയും നമ്മൾ ആദ്യമായിട്ട് അവിടെയാണ് കാണുന്നത്. പിന്നെ നമുക്കത് കളക്ട് ചെയ്ത് വെക്കാൻ, അതല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണിക്കാൻ തോന്നുന്ന വിധത്തിൽ നമുക്കതിനെ ഗ്ലോബലി ഒരു ഗ്ലോബൽ ഓഡിയൻസിന്, ഒരു ലാറ്റിൻ അമേരിക്കക്കാരന് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കക്കാരന് അത് ആ തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വേണ്ടതെന്ന് തോന്നുന്നു. അത് സാധിക്കും. കാരണം ഈ സിനിമയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിജീവനത്തിൻ്റെ ലാംഗ്വേജാണ്. ഈ 3 ഘടകവും, അതായത് കുടിയേറ്റം എന്നുള്ളത് ലോകത്തിപ്പോൾ ഏറ്റവും അധികം പ്രധാനപ്പെട്ട, ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കുടിയേറ്റമാണ്. ഒന്നാമത്തെ കാര്യം, ആ കുടിയേറ്റത്തിൻ്റെ സ്ട്രഗിൾസാണ്. ഈ കുടിയേറ്റം എന്നുള്ള കാര്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രതീക്ഷ, അവന് സർവൈവ് ചെയ്യാൻ കഴിയുന്ന പ്രതീക്ഷ, ആത്യന്തികമായ സർവൈവൽ, ഇതൊരു ഗ്ലോബൽ തീമാണ് എന്നുള്ളത് കൊണ്ട് ഇതിനോടകം തന്നെ ഈ സിനിമ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള സിനിമയായിട്ട് മാറി എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെപ്പറ്റിയും ഇതിൻ്റെ തുടർന്നുള്ള കാര്യത്തെപ്പറ്റിയും തോന്നുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ സാധാരണ നിലയിൽ കലാമൂല്യമുള്ള സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുമെങ്കിലും അതിന് പ്രേക്ഷക സ്വീകാര്യത വലിയ തോതിൽ കിട്ടാറില്ല. 5-6 ആളുകളൊക്കെ മാത്രം ഒരു ദിവസം തിയേറ്ററിൽ പോയി കാണുന്ന, 2-3 ദിവസം മാത്രം തിയേറ്ററിൽ വരുന്ന അവസ്ഥയ്ക്ക് വിഭിന്നമായി ഇത് മുഴുവൻ ഇടങ്ങളിലും നിറഞ്ഞ് കളിക്കുന്നു. സിനിമ കഴിഞ്ഞിട്ട് ആളുകൾ എഴുന്നേറ്റ് കൈയടിക്കുന്നു എന്നൊക്കെ ഉള്ളത് കലാമൂല്യമുള്ള സിനിമകളെ സംബന്ധിച്ച് അധികം ഉണ്ടാവാത്തൊരു കാര്യമാണ്. അത് ഈ സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെ ഇത് ആളുകളിലേക്ക് അത്ര അധികമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. പിന്നെ എനിക്ക് അതിനകത്ത് ബ്ലെസ്സി സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ആടുജീവിതം മലയാളികളിൽ വലിയൊരു വിഭാഗം ആളുകൾ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരുപാട് വായനാശീലമില്ലാത്ത ആളുകൾ കൂടിയും ആടുജീവിതം വലിയ തോതിൽ പോപ്പുലർ ആയതുകൊണ്ട് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ വായിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കഥ അത് വിഷ്വലൈസ് ചെയ്യും. കാണുന്ന ഓരോ വായനക്കാരനും ഇത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ കാഴ്ച ആയിരിക്കില്ല വേറൊരാളുടെ കാഴ്ച. അപ്പോൾ ആടുജീവിതം വായിച്ച ഞാൻ
ആടുജീവിതം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആടുജീവിതം വായിച്ച ഞാൻ കണ്ടതുപോലെയാണോ ഈ സിനിമയിൽ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായി എന്നെ സംബന്ധിച്ചു. അപ്പോൾ മലയാളികൾ എല്ലാവരും വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും വായിച്ചിട്ടുള്ള, അവർ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ചാലഞ്ചിങ് ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഇതിൽ ട്വിസ്റ്റ് ഒന്നുമില്ല. സാധാരണ സിനിമ എപ്പോഴും സസ്പെൻസ്, ട്വിസ്റ്റ്, അടുത്തത് എന്ത് നടക്കുമെന്നുള്ള ആകാംക്ഷയാണല്ലോ സിനിമയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് പക്ഷേ നജീബിൻ്റെ സർവൈവൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ ഇത് സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഈ പുസ്തകം വായിച്ചപ്പോൾ, ഇത് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ വായിച്ചു കൂട്ടി സിനിമയായി മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അഭിലാഷിൻ്റെ മനസ്സിലുള്ള ഒരു ഡെസേർട്ടിനോടെങ്കിലും ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു ദൃശ്യത്തിനെ എത്രത്തോളം നിങ്ങളുമായി ചേർത്ത് വയ്ക്കാൻ കഴിയണമെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ചലഞ്ചായിട്ട് വരിക. രണ്ടാമത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുസ്തകം അതേ രീതിയിൽ തന്നെ പകർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ജോലിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് അത് ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം കൂടെയാണ്. കാരണം ഒരു 43 ചാപ്റ്ററിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ സംഭവങ്ങൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ ആക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നമ്മളിതൊരു വലിയൊരു റിസർച്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ, അപ്പം നജീബിൻ്റെ റിയൽ സ്റ്റോറി ബെന്യാമിൻ ഭാവനയിൽ ചേർക്കുന്നു, അതൊരു നോവലാകുന്നു, മറ്റൊരു സിനിമയുടെ വേഷനിലേക്ക് സിനിമയ്ക്ക് കുറേ അധികം സാധ്യത, ഒരു യഥാർത്ഥ അനുഭവം റിയലിസ്റ്റിക് ആവുക എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പറയാം, ഒരു വടിയുടെ നിഴൽ പോലും ഇല്ലാത്ത ഇടമെന്നൊക്കെയാണ് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിഴലില്ലാത്ത ഒരു വെളിച്ചമില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ ഞങ്ങൾ പുസ്തകത്തിലില്ലാത്തതാണ്. ബന്ധുക്കളുടെ കൾച്ചർ, അങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്നത്, അവരുടെ പാട്ടുകളെ, കാര്യങ്ങൾ, അവരുടെ രീതികളെ, സ്വഭാവങ്ങളെ ഒക്കെ എന്നുവെച്ചാൽ പുസ്തകത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ ഈ ഡീറ്റെയിലിംഗ് ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിലുള്ള ഇത് പുസ്തകവുമായി വരുന്ന ആൾക്കാരുടെ ആദ്യം തന്നെ പുസ്തകം മടക്കി വെക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു നറേഷൻ്റെ രീതി തന്നെ തുടക്കത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ലോകത്തിലുള്ള എല്ലാ ഇപ്പം മാക്ബത്ത് പോലുള്ള സിനിമകൾ, പുസ്തകം, സാഹിത്യം പല രീതിയിൽ കുറേശ്ശെ ഉൾപ്പെടെയുള്ള ആൾക്കാർ സിനിമയാക്കിയിട്ടുണ്ട്. അവരെല്ലാം അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അഡോപ്റ്റഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാത്തതാണ് നമുക്കിപ്പോഴും നമ്മളൊരു പരാജയത്തിലേക്ക് പോകുക. പുതിയൊരു അനുഭവം ഏറ്റവും ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, പുസ്തകത്തിൽ ഡെസേർട്ട് ക്രോസിങ്ങിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു പൂരക്കാഴ്ച കണ്ടു നടക്കുന്നത് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, ഞങ്ങൾ ഈ സിനിമയുടെ ഏറ്റവും കോറായിട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഞങ്ങളെ സ്പർശിച്ചത് കാര്യം ഈ ഡെസേർട്ട് ക്രോസിങ്ങാണ്. അതാണ് ഏറ്റവും അധികം ഞങ്ങൾക്കും കോൺഫിഡൻസ് തന്നിരുന്നത്. എന്ന് വെച്ചാൽ ഇത് വായിച്ച ആളുടെ മനസ്സിലില്ല, വായനാനുഭവത്തിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് കൂടുതൽ ഏതാണ്ട് ഒരു 45 മിനിറ്റ്സിന് മേലെയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ സിനിമയുടെ ഭാഷ സംസാരിക്കണമെന്ന് വളരെ തുടക്കം മുതലേ സ്ക്രീൻ പ്ലേയിൽ ആലോചിച്ച്, എനിക്കൊന്ന് ഡെസേർട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ കഷ്ടപ്പാടാണ് ഇതെങ്ങനെ സ്ക്രിപ്റ്റാക്കുക എന്നുള്ളതിൻ്റെ ഒരു അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സിനിമ ഇതുവരെയുള്ള യാത്ര എന്തായിരുന്നു എന്ന് എല്ലാവരും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എങ്ങനെ യാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനകത്ത് ആത്യന്തികമായി നമ്മൾ മലയാള സിനിമയെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മലയാള സിനിമ, ലോക സിനിമ എന്നൊരു സെഗ്രിഗേഷൻ, ഇപ്പോൾ പൃഥ്വി പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും സെഗ്രിഗേഷൻ കൊണ്ടുവരാറുണ്ട്, നമ്മളും അത് കൊണ്ടുവരാറുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു ബോധമാണ് മലയാള സിനിമ എന്നുള്ളത്, ലോക സിനിമ മറ്റെന്തോ ആണ് എന്നുള്ള ഒരു സംഭവം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആടുജീവിതം എന്ന് പറയുന്ന സ്റ്റഫ്, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, അതിൻ്റെ അണിയറ പ്രവർത്തകർ, പിന്നെ സിനിമയെ വളരെ സീരിയസ് ആയി കാണുന്നവർ, ഇതുപോലുള്ള മാധ്യമ ചർച്ചകൾ, ഇതുപോലുള്ള വേദികൾ, യൂട്യൂബിൽ നമ്മൾ കാണുന്ന ചില പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂകൾ, ഇതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. തിയേറ്ററുകളിൽ സിനിമ വൻ ഹിറ്റായിട്ടുണ്ട്, അതിൻ്റെ എല്ലാ രീതിയിലും വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നതിനപ്പുറത്ത് നമ്മളിതിനെ ലോകവേദിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ പൃഥ്വി പറഞ്ഞ പോലെ ഇപ്പോൾ അതിനകത്തുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഒരു വലിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പിന്തുണ നമുക്ക് വേണ്ടത് എന്നതൊക്കെ ഇരിക്കെ തന്നെയും അല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഘടകമുണ്ടല്ലോ. അതിലൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നേരത്തെ സന്തോഷ് സാർ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മലയാളി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ സിനിമ മലയാളിയുടെ സിനിമ
എന്നുള്ളൊരു തോട്ട് ആദ്യം നമുക്ക് വരണം എന്നുള്ളതാണ്. നമ്മുടെ ഈ സിനിമയുടെ ഭാഗമായവർക്ക് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമ വല്ലപ്പോഴും കാണുന്നവന് പോലും ഇത് നമ്മുടെ സിനിമ എന്നുള്ള അവർ ഓൺ മൂവി എന്നുള്ള ഒരു സംഭവം ആദ്യം നമ്മുടെ ഉള്ളിൽ വരിക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വഴി തെളിയും. ഇപ്പോൾ നമ്മുടെ ഒരു ഡയസ്പോറ എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെ ജനവിഭാഗത്തിനും മലയാളികളെപ്പോലെ ഒരു ഗ്ലോബൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വലുപ്പമുള്ള ഒരു ഡയസ്പോറ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാക്കളുടെ പുറത്തുള്ള പരിപാടികൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇലക്ഷൻ ആയാലും അല്ലെങ്കിലും പുറത്തേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോകുമ്പോൾ അവിടെ അത് വിജയിപ്പിക്കുന്നത് മലയാളികൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഡയസ്പോറയാണ്. അത് രാഷ്ട്രീയ ഭേദം ഇനി എല്ലാവരും അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു വിഭാഗമാണ്. അതിലേക്ക് ഇത് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു സന്ദേശം, ഒരു ക്യാമ്പയിനിങ് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളൊരു സംഭവമാണ്. അതിന് വേണ്ട എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം ശ്രീകണ്ഠ സാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഇതുമായി ബന്ധപ്പെട്ട എന്ത് സ്റ്റഫ് ഇട്ടാലും നജീബിൻ്റെ ഒരു ബൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലും അത് പറക്കുവാണ് ഇൻ്റർനെറ്റിൽ. അപ്പോൾ സാധ്യതകൾ ഇൻ്റർനെറ്റിൽ കിടക്കുന്നുണ്ട്, പുറത്തുണ്ട്. ഈ ഡയസ്പോറയുടെ ഒരു വലിയ കപ്പാസിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ, ആടുജീവിതം നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇതിനകത്ത് ഈ സമയത്ത് നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തോന്നുന്നു നിലവിലെ സാഹചര്യത്തിൽ, ഇനി അങ്ങോട്ടുള്ള യാത്രയ്ക്ക്. ഇപ്പോൾ ഇതുവരെ ഈ സിനിമയ്ക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ആ ക്യാമ്പയിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ രൂപത്തിൽ ആവുന്ന വിധത്തിൽ അവതരിപ്പിക്കാം. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഭാഗമായി 2 അക്കാഡമി അവാർഡ് വിന്നേഴ്സിൻ്റെ സാന്നിധ്യമുണ്ട്, റഹ്മാൻ സാർ ആൻഡ് റസൂൽ സാർ. അപ്പോൾ അവരുടെ ഇതുവരെ ഒരുപക്ഷെ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെ ആളുകളുടെ കമൻറ്റ് വായിക്കാറുണ്ട്. അപ്പം അതിനകത്ത് അവരെഴുതും, ഒരുപക്ഷെ റഹ്മാനെ പോലെയുള്ള ഒരു ലെജൻഡ് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് ഈ സിനിമയ്ക്കാണ് എന്ന് അത് പറയുന്നുണ്ട്. അപ്പം അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹം നൽകുന്ന ആ പിന്തുണ അതൊക്കെ ഇനിയും അങ്ങോട്ട് ഈ പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തി ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ടാക്കണം. ഈ സിനിമയുടെ തിയേറ്റർ വിജയത്തിന് ശേഷമുള്ള, സാമ്പത്തിക വിജയത്തിന് ശേഷമുള്ള യാത്രയ്ക്ക് ഇതുവരെ എടുത്ത പോലുള്ള ഒരു എഫേർട്ടിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് വെൽ പ്ലാൻഡായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന പുറത്തു നിന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സിനിമ ആകർഷിക്കപ്പെടുന്നത് വരെ ആ ക്യാമ്പയിൻ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ ലോകവേദികളിൽ നമുക്കുള്ള ചെറിയ കൂട്ടായ്മകൾ, ഓർഗനൈസേഷൻസ്, നമ്മുടെ പ്രവാസി കൂട്ടായ്മകൾ അതിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പം നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇരുന്ന ചർച്ചയിൽ പൃഥ്വി തന്നെ ചൂണ്ടിക്കാണിച്ചു, ഇപ്പം ഇതിനകം സിനിമ പ്രദർശിപ്പിക്കാത്ത രാജ്യങ്ങളിൽ പോലും അത് പ്രദർശിപ്പിക്കും എന്ന തരത്തിലേക്കുള്ള പ്രതീക്ഷ വരുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നടക്കുന്നു, പ്രോഗ്രസീവായി വരുന്നു കാര്യങ്ങൾ എന്നുള്ളത്. അതൊരു നല്ല സിമ്പലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ കൂടി നമുക്ക് കിട്ടുവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഗൾഫ് നാടുകളിലാണെങ്കിലും അതിനപ്പുറത്ത് യൂറോപ്യൻ കൺട്രികളിലായാലും US-ലായാലും കാനഡയിലായാലും നമുക്ക് ഉണ്ട്, നമ്മുടെ ഒരു പൊട്ടൻഷ്യലുണ്ട്. അപ്പം അങ്ങനെ വ്യാപിപ്പിക്കുക ആ ക്യാമ്പയിനെ. ഇതൊരു മരുഭൂമിയിലെ കഥ, അറേബ്യയിലെ കഥയാണെങ്കിൽ പോലും ഇതൊരു ആലപ്പുഴക്കാരൻ നജീബ് ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി സംഭവിക്കുന്നതാണെങ്കിലും ഈ തീമിൻ്റെ പ്രത്യേകത എല്ലാവരും പറഞ്ഞു. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ബലം. അത് മരുഭൂമിയിൽ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. ഈ കഥയിൽ മരുഭൂമിയിൽ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ, മറ്റെല്ലായിടത്തും സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സിമിലാരിറ്റി നമ്മുടെ ക്യാമ്പയിനിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ള ആളുകളെ എന്നുള്ള അതിന് ആ ക്യാമ്പയിന് ഇവിടെ ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന മീഡിയ ഫ്രട്ടേണിറ്റിയുടെ ഒരു ബലം, ഒരു സപ്പോർട്ട്, പിന്തുണ, നമ്മുടെ സിനിമ എന്നുള്ള ഒരു വികാരം ഇവിടെ ജനിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതും അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതുണ്ടാകും. ഞങ്ങളുടെയൊക്കെ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പറയാം. താങ്ക് യു. ഇതിൻ്റെ ഒരു റൗണ്ടിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യം നിങ്ങളോട് രണ്ടുപേരോടും ഉണ്ട്. ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരന്മാരൊക്കെ അവരുടെ ഒരു സൃഷ്ടി നടത്തുമ്പോൾ, ഒരു ചിത്രകാരനായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അവരുടെ സ്വകാര്യമായി ഇതായിരിക്കും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ് എന്ന മട്ടിൽ ചെയ്ത, വളരെ ശ്രമപ്പെട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത ചില കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ലോകപ്രശസ്ത ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്ങുകൾ കാണുമ്പോഴും ആ സമൂഹം, കാണാൻ വരുന്ന ആ സമൂഹം വലിയൊരു ശതമാനം ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയെന്ന് വരും. ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കളും അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ പൃഥ്വിരാജുമൊക്കെ അത്ര ശ്രദ്ധയോടെ ചെയ്ത ഒരു കാര്യം, പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയ ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അവിടെ അത് വേണ്ടത്ര നോട്ട് ചെയ്യപ്പെടാതെ പോയോ എന്ന് സംശയിച്ച ചില കാര്യങ്ങളുണ്ടാവില്ലേ? കാരണം ഈ സിനിമ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഞാൻ സിനിമയെ വളരെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന പല സിനിമകളും കാണുമ്പോൾ നമുക്കതിനകത്ത് പല സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ
അനാവശ്യമായ വഴികളിലൂടെ പോയി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ സിനിമ അത്തരത്തിൽ ഒരു കാര്യം മുഴച്ചു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ വളരെ കൃത്യമായി ട്രിം ചെയ്തിരിക്കുന്ന വളരെ സൂക്ഷ്മാംശത്തിൽ, അതായത് ആ മണലാരണ്യത്തിൽ ഇത്രയേറെ 100ഓളം ആളുകൾ വർക്ക് ചെയ്തവരിടത്ത് അനാവശ്യമായ ഒരു കാൽപ്പാട് പോലും പതിയുന്നില്ല എന്ന് ഉറപ്പുവരുന്നത് അത്ര സൂക്ഷ്മാംശങ്ങളിൽ കാര്യങ്ങൾ ചെയ്ത ഒരു സംവിധായകനും നടനും. അങ്ങനെ ഞങ്ങൾ എഫേർട്ട് ഇട്ടതിൽ മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോയത് എന്ന് കരുതുന്ന എന്തെങ്കിലും ഉണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ടീമിനോടാണ്. കാരണം ഇവിടെ പൃഥ്വിരാജ് എന്നൊരു നടനോ ബ്ലസ്സി എന്നൊരു സംവിധായകനോ ഹക്കീം, ഞാൻ അവനെ എന്നും ഹക്കീം എന്ന് വിളിക്കത്തുള്ളൂ, ഗോകുൽ എന്ന ഒരു നടനോ ആരുമില്ല. കാരണം എനിക്ക് തോന്നിയത് ഇത് ആദ്യ ഷെഡ്യൂൾ മുതൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് സാധിക്കുന്നതിനും അപ്പുറമായ ഒരു മോഹത്തിലാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതിനപ്പുറമായിരിക്കണം എന്ന് തോന്നുന്നൊരവസ്ഥ. അപ്പം ഇതിൽ പലപ്പോഴും രാജു ഒരു വലിയ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നുണ്ട്. അപ്പം ഈ ചാടുന്നത് എനിക്കൊന്ന് എത്ര പ്രാവശ്യം ചാടിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് കുറച്ചൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ്, ക്യാമറയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ. അപ്പം ഈ ചാടുന്നതിൻ്റെ അത് വേറെ അല്ല, വലിയ ഭംഗി നോക്കേണ്ട കാര്യമില്ലല്ലോ. ഒപ്പം തന്നെ ചാടുന്ന കൂട്ടത്തിൽ താഴെ നിൽക്കുന്ന കുട്ടികൾ ചാടണം. അപ്പം ഇത് ചിലർ ചോദിച്ചിട്ട് എന്തിനാണ് ഇത് വളരെ ആരും ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് ഇയാൾ മേലെ ഒരു ഹീറോയിസം കാണിക്കാനാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ നാട്ടിൻപുറത്തുള്ള നമ്മൾ കുട്ടികളോടൊപ്പം ചേരും, അവരെ കളിച്ച് കാണിക്കും, അവരെ ചാടി കാണിക്കും, നീന്തി കാണിക്കും, അവരുടെ ഒരു വലിയ ചേട്ടനായിട്ടൊക്കെ മാറും. അപ്പം പിന്നീട് കാണാം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ മേലെ നിന്ന് ചാടുന്ന എന്നൊക്കെ. അപ്പോൾ ഇയാൾ ആ പ്രകൃതിയിൽ ഇങ്ങനെ ആ ഗ്രാമത്തിൽ ഇങ്ങനെ സൈന്യമായിട്ട് മാത്രമല്ല, അത് പക്ഷേ വളരെ പ്രകടമല്ല, ഒരു സൗണ്ട് ചെയ്ത് പറയുന്നതല്ല. പക്ഷെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അയാൾ അവിടെ നിന്ന് ചാടി കാണിക്കുമ്പോഴത്തേക്ക് താഴെ നിന്ന് കുട്ടികൾ ചാടുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു ചെറിയ രീതികളിൽ പോലും നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ സിനിമയ്ക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. ഇങ്ങനെ ഒരു ഷൂട്ട് നമുക്ക് എനിക്കൊന്നൊരു ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായി ഒരു റിഹേഴ്സൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം രാജു അവിടെ നിന്ന് നടന്നു വന്നു, ഹക്കീം അവിടെ നിന്ന് വന്നു, ഇവരെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കാനേ പറ്റത്തുള്ളൂ. ഇവരവിടെ ബിഹേവ് ചെയ്യുക. അപ്പം ഇവരിലേക്ക് അത് എത്രത്തോളം, അതായത് നമ്മൾ ഈ ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പൊസിഷൻസ് വെക്കുക. അപ്പം ഒരു സീനും നമുക്കൊരു റിഹേഴ്സ് ചെയ്ത്, സാധാരണ സിനിമയിലൊരു ഡ്രാമ റിഹേഴ്സ് ചെയ്ത് കാണിക്കുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് പുറകിലോ ഒരു അത്തരത്തിലുള്ള ഒരു എല്ലാവരുടെ ഒരു സമാനതകളുണ്ടല്ലോ. ഒപ്പം തന്നെ ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അപ്പം നടൻ എന്നുള്ള രീതിയിലുണ്ടാകുന്ന വലിയ മാനസിക പ്രശ്നമുണ്ട്. രാവിലെ ഇട്ട ഒരു മേക്കപ്പ് ആയിരിക്കത്തില്ല ഉച്ചയ്ക്ക് ഇടുക. അപ്പം രാവിലെ ഇട്ട ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ആ ഇമോഷൻ ആയിരിക്കത്തില്ല ഉച്ചയ്ക്ക് വരിക. പക്ഷേ ഇത് ഇങ്ങനെ അങ്ങ് ടോട്ടലി സെറ്റാകുക. അപ്പോൾ ഇതിനകത്ത് രാജു വിവസ്ത്രനായി അഭിനയിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ഡോക്യുമെൻ്ററി. ഇത് നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെച്ചത് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ അതിനുവേണ്ടി രാജു ഒരുപാട് അനുഭവിച്ചു. കാരണം ഒരു 2-3 ദിവസം ഡയറ്റ് നോക്കി വെള്ളമില്ലാതെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ രാജു ഇതിനു മുമ്പ് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ ചിലപ്പോൾ ചീത്ത വിളിക്കും. കാരണം ഇയാളുടെ ഈ മിനറൽസൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്തിലേക്ക് എത്താവുന്ന അവസ്ഥയുണ്ട്. ഞാൻ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് അറിയാത്ത അവസ്ഥകളുണ്ടാകും. അതുകൊണ്ട് അത് ഇത് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ തലേന്ന് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറിക്കണം. അപ്പം നമുക്കൊരു ഭയം വരുവാണ്. ഈ ആൾ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമല്ല, ഇവിടെ എന്നോടൊപ്പം ഇരിക്കുന്ന ഓരോ ചെറിയ ആൾക്കും, ഒരു ചായ തരുന്ന ആൾക്ക് പോലും ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ ഇത് സിനിമയുമായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ഷോട്ടെന്നും എന്താ സംഭവിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് വർക്ക് നമ്മൾ അത് ചെയ്യാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ രാജു തലേന്ന് ഈ പറഞ്ഞ ശരീരത്തിൻ്റെ എല്ലാ ജലാംശവും വലിച്ചെടുക്കാനായിട്ടുള്ള
എല്ലാ ക്രമീകരണങ്ങളും, ഈവൻ ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് വോഡ്ക വരെ ഇങ്ങനെ ഒരു ഏതാണ്ട് സ്പൂണുകൾ, അല്ല വെള്ളമടിക്കുക എന്നുള്ളതല്ല, സ്പൂണുകൾ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത് ഒരു ആഫ്റ്റർനൂൺ ലൈറ്റിലാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കാലത്ത് കംപ്ലീറ്റ് ക്രൂവിനെ കൊണ്ടുപോയി എന്താണ് ഷൂട്ട് ചെയ്യുന്നത്, എവിടെയാണ്, അതൊരു 8 ഷോട്ട് മറ്റാണ് എടുത്തു നിർത്തുന്നത്. എന്നുവെച്ചാൽ ആ ഒരു രീതിയിൽ, ആ ഇമോഷൻ്റെ കണ്ടിന്യൂറ്റിയിൽ. അപ്പം എവിടെ ട്രാക്ക് ഇടണം, എവിടുന്ന് ആ ട്രാക്ക് പൊളിച്ച് അടുത്ത ക്യാമറ എവിടെ വെക്കണം, എങ്ങനെ ചെയ്യണമെന്നുള്ളത്, അവിടെ എവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതെല്ലാം തറവാണ്. രാജുവിനെ കസറയിലാണ് കൊണ്ടുവന്ന് ഇരുത്തുന്നത്. പക്ഷെ അത്ര ദുർബലനായ ഒരവസ്ഥയല്ല. ഇയാളോടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൽ പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു അത്ര ഒരു ഭയം. അവിടെ നിൽക്കുന്നവരെല്ലാം ഭയന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു 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 തരുമ്പ് അനക്കമില്ല, ഫുൾ നിശബ്ദതയില്ല. ഒരു ട്രാക്കൊക്കെ വെക്കുന്നതിനൊന്നും ഇങ്ങനെ പൂ വെക്കുന്നതിൻ്റെ തൊട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഒരു ട്രാക്ക് ഇട്ട് ഷോട്ട് എടുത്തു, അടുത്ത ഷോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ അങ്ങ് ഒഴുകി നമ്മൾ എഡിറ്റ് ചെയ്തതുപോലെ അങ്ങനെ പോകണം. ഇത് അടുത്ത ആൾക്കറിയാം ക്യാമറ എവിടെയാണ്, ഇതിൻ്റെ ഫോക്കസ് എത്രയാണ്, എല്ലാം ഇന്ന് നെക്സ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ ഈ അത്തരം ഒരു വലിയ ടീമിൻ്റെ ഒരു ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയ്ക്കുണ്ട്. അത് പക്ഷേ സിനിമയ്ക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ആ ഷോട്ടുകളൊക്കെ എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ജീപ്പിൻ്റെ അവിടെ വന്ന് എടുക്കുന്നത്, ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, എഡിറ്റ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊരു എനിക്ക് എന്നോട് ഏറ്റവും അധികം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ട് രാജു എന്ന് പറയുന്നൊരു നടനായിട്ടൊന്നും എൻ്റെ ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ ഹക്കീം എൻ്റെ മോനെ പോലെയൊക്കെ തോന്നുന്ന അവസ്ഥയിൽ കൂടെയാണ്. അതിന് കുറേ അധികം സഹായിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ കോവിഡായിട്ട് കടന്ന സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു കുടുംബത്തില്ലാത്തൊരു ബന്ധം, ജ്യേഷ്ഠനും അനുജനും മക്കളും തമ്മിലില്ലാത്തൊരു ബന്ധമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്നതിനും ഇടപെടുന്ന, അതൊക്കെ ഒരുപാട് ഒരു വലിയൊരു ഈ സിനിമ നൽകിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. ഞാൻ സാർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആക്ച്വലി സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയാം. ഇത് ആരും പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചധികം ആൾക്കാർ ഇത് സ്പോട്ട് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ആരും പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എങ്കിലും അങ്ങനെ ഒരു ചർച്ചാ വിഷയമൊന്നും ആകാത്ത ഇതാണ്. ഇപ്പോൾ ഓരോ സിനിമയിലും നമ്മളൊരു കഥാപാത്രത്തിൻ്റെ ഒരു ഫൈനൽ മാനിഫെസ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ആക്ടേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിലും ആ ഫൈനൽ പ്രോസസ്സ് എൻ്റെ ആക്ടറിൻ്റെ ആണ്. ആ അഭിനയിക്കുന്ന നടനോ നടിയോ ആണ് ഈ കഥാപാത്രത്തിൻ്റെ ആ ഒരു ഫൈനൽ മാനിഫെസ്റ്റേഷൻ അവരുടെ കയ്യിലാണ്. ആസ് എ ഡയറക്ടർ നമ്മളിവിടെ ഇരുന്നിട്ട് ഇത് ഫുള്ളി എൻ്റെ കൺട്രോളിലാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ മണ്ടനാവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ആക്ടേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഭാഗമായിട്ട് വന്നൊരു ചിന്തയാണ് ഞാൻ ഒരിക്കൽ ബ്ലസ് ചേട്ടനോട് ഷെയർ ചെയ്തത്. ഞാൻ പറഞ്ഞു, ബ്ലസ് ചേട്ടാ, ഇയാളൊരു ഇനിഷ്യൽ ഇവിടെ വന്ന് പെട്ടതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഇയാൾ ഈ ഇങ്ങനെ ദേഷ്യം പറഞ്ഞു തീർക്കുന്ന ആ ഒരു ഫേസ് കഴിഞ്ഞാൽ ഇയാൾ ഭാഷ ഉപയോഗിക്കുന്നുണ്ടാവില്ലല്ലോ. ഇയാൾ മലയാളം സംസാരിക്കാൻ ആരുമില്ല, ഇയാൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആരുമില്ല. ആടുകളോട് ഇയാൾക്കൊരു ബന്ധം, ആടുകളോടും ഒട്ടകങ്ങളോടും ഇയാളൊരു ബന്ധമുണ്ടെങ്കിലും ഇയാൾ ദിവസേന അവരോട് കാര്യങ്ങൾ വർത്തമാനം പറയുന്നൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു മസിൽ മെമ്മറി പതുക്കെ ഫെയ്ഡ് ആവുമല്ലോ. ഈ ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ബ്രെയിനിൻ്റെ മസിൽ മെമ്മറി പതുക്കെ ഫെയ്ഡായി 3 വർഷങ്ങൾക്ക് ശേഷം ഇയാൾ വീണ്ടും ഹക്കീമിനെ കണ്ടുമുട്ടുമ്പോൾ ഇയാൾ പെട്ടെന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾക്ക് ഭാഷ കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം പെർഫോമൻസിൽ വരണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ബ്ലസ് ചേട്ടൻ അയ്യോ എടാ ഒന്ന് കേട്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനത് ആക്ച്വലി ഹക്കീമിനെ മീറ്റ് ചെയ്യുന്ന സീനിലും ഇയാൾ ഈ എന്ത് വാക്കാണ് ഇപ്പോൾ ഈ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്ത് വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു സ്ട്രഗിൾ ഇയാൾക്കുണ്ട് എന്നുണ്ട്. അതിനുശേഷം ആ സീനിന് ശേഷം ഇത് ആക്ച്വലി ഞാൻ ടേക്കിൽ ചെയ്ത ബ്ലസ് ചേട്ടൻ ഓർമ്മയാണ്. ആ സീനിന് ശേഷം ഈ ഹക്കീം ഒരു കത്ത് വെച്ചിട്ട് പോകും ഒരു കല്ലിൽ. അപ്പോൾ ഞാൻ ഓടിപ്പോയി ആ കത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ടേക്കിൽ ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ആ കത്ത് എടുത്തിട്ട് ഇത് വായിക്കാൻ കുറച്ചധികം നേരം ശ്രമിക്കും. എനിക്ക് മനസ്സിലാകില്ല, ഈ വാക്കുകൾ പിടികിട്ടുന്നില്ല. അപ്പോൾ കുറച്ചധികം നേരം ഇതിങ്ങനെ പേപ്പറിൽ നോക്കിയിട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നതെന്ന് ഇയാൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഞാൻ അതൊരു ഡീറ്റെയിലിങ്, അയാളുടെ ലാംഗ്വേജ് ഇയാൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇയാൾക്ക് നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് അത് പക്ഷെ കുറച്ച് ആൾക്കാർ സ്പോട്ട് ചെയ്ത് പറഞ്ഞു. പക്ഷെ അങ്ങനെ വലിയൊരു ചർച്ച വന്നില്ല. നമ്മൾ അവസാന ഒരു റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇവരോട് തന്നെ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ കേരള സമൂഹം, മലയാളി സമൂഹം, മാധ്യമ സമൂഹം, സാംസ്കാരിക സമൂഹം ഒക്കെ ഈ ഒരു മനോഹര ദൃശ്യ പരിപാടി അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ, ഞാൻ പ്രോഡക്റ്റ് എന്ന വാക്ക് തന്നെ പറയുകയാണ്, ലോകത്തിൻ്റെ മാർക്കറ്റിലേക്ക് പോകേണ്ട ഒരു പ്രോഡക്റ്റാണ്.
ഒപ്പം ഇതൊരു കലാസൃഷ്ടി തന്നെയാണ്. ഇതെങ്ങനെയാണ് കേരള സമൂഹം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? ആക്ച്വലി ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹമാണ് പറഞ്ഞത്. ഞാൻ അത് ഏറ്റവും നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് അദ്ദേഹമാണ്. കാരണം എന്തുകൊണ്ട് ഇത്തരം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഞാനും നേരത്തെ മെൻഷൻ ചെയ്തു, ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി തിയേറ്ററിക്കലി ഇതിനെന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് കിട്ടണം എന്നുള്ളതിന് നമ്മൾ വലിയ സന്തോഷവാന്മാരാണ്. എൻ്റെ ഒരു മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ വളരെ കുറച്ച് സിനിമകൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് മലയാള സിനിമാ പ്രേക്ഷകർ തന്നിരിക്കുന്നത്. ഇപ്പം ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചിന്തയുടെ തുടക്കം എന്ന് പറയുന്നത് സത്യത്തിൽ എന്തിന് ഇങ്ങനെ സംഭവിക്കണം, നമ്മുടെ ഇവിടുത്തെ ലീഡിംഗ് മീഡിയ പേഴ്സണാലിറ്റീസിനെ കൊണ്ടൊരു ഡിസ്കഷനിലൂടെ തുടങ്ങണമെന്ന് ചിന്തിച്ചതിൻ്റെ പ്രധാന കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ബ്ലെസ്സിച്ചേട്ടൻ്റെയോ എൻ്റെയോ സിനിമ, ബ്ലെസ്സിച്ചേട്ടനും എനിക്കും ഈ സിനിമയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ സാമ്പത്തികം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി മലയാളികളോട് കടപ്പെട്ടിരിക്കുന്നു, അത് അവർ തന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഇത് തീരുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമ സൃഷ്ടിക്കാനെടുത്ത സ്ട്രഗിൾ, ഈ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കിട്ടിയ സ്വീകാര്യത, അവിടെ കൊണ്ട് ഈ കഥ തീരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ തുടക്കം, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാവലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സിനിമ എന്നുള്ളൊരു ഐഡന്റിറ്റി ഇതിനുണ്ടാവുക എന്നുള്ളതാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇത് മലയാള സിനിമ തന്നെയാണ്. അപ്പോൾ ആ ഐഡന്റിഫിക്കേഷൻ രൂപാന്തരപ്പെടുക എന്ന് പറയുന്നതാണ് ഇനിയുള്ള യാത്രയുടെ തുടക്കം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതുപോലെ വിവിധ മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ലീഡിംഗ് മീഡിയ പേഴ്സണാലിറ്റീസ് ഒരു സിനിമയുടെ ഡിസ്കഷൻ ഇന്ന് ഇവിടെ വന്നതിൻ്റെ ഭാഗമാകേണ്ട കാര്യമില്ലല്ലോ. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി എന്നുള്ളതിൽ ഞങ്ങൾ വി ആർ ഫോർ എവർ ഒബ്ലൈജ്ഡ് ടു ഓൾ ഓഫ് യു. അപ്പോൾ അത്തരമൊരു തിരിച്ചറിവ് സിനിമാ പ്രേക്ഷക സമൂഹത്തിനിടയിലും സിനിമാ വ്യവസായത്തിനിടയിലും ഉണ്ടാവുകയും ഇത് മലയാളത്തിൻ്റെ സിനിമ, നമ്മുടെ സിനിമ എന്നൊരു മാനിഫെസ്റ്റേഷൻ ഇവിടെ നിന്നുണ്ടായിട്ട് വേണം ഈ യാത്ര തുടങ്ങാൻ. അപ്പോൾ ആ തുടക്കം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ. എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എന്തായാലും ഈ സിനിമ സാമ്പത്തികമായിട്ട് ഇതിൻ്റെ നിക്ഷേപകനൊക്കെ സന്തോഷം പകരുന്ന കാഴ്ചയിലാണ് നിൽക്കുന്നതെന്ന് അറിയുന്നു. ബ്ലസ്സി പറയുന്ന ഒരു 60% ഇതിൽ നമ്മൾ നിൽക്കുന്നു. എനിക്ക് അങ്ങോട്ട് തോന്നുന്നത്, നമ്മളുടെ എപ്പോഴും ഈ മലയാള സിനിമ, നമ്മുടെ പ്രമോദ് രാമനൊക്കെ പറഞ്ഞ പോലെ ഈ മലയാള സിനിമ ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ജീവിതവും ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ മനസ്സിലാവുക. അപ്പം നമ്മൾ കുറേ ആളുകളെങ്കിലും ഉണ്ട് കേരളവുമായിട്ട് ബന്ധമുള്ള അന്തർദേശീയ വ്യക്തിപ്രഭാവങ്ങൾ നമുക്ക് ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കെയൂർ പട്ടേൽ എന്ന് പറയുന്ന ഒരാൾ ബ്ലസ്സിക്കറിയാമോ? കേരളത്തിൽ താമസിക്കുന്നുണ്ട് ശരിക്കും. അങ്ങനെ ഇപ്പോൾ ഉള്ളത് നെടുമങ്ങാടാണ് അദ്ദേഹം ഉണ്ടാകാറുള്ളത്. കൂടുതലും സാൻ ഫ്രാൻസിസ്കോ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതെ. അപ്പോൾ അദ്ദേഹം ശരിക്കും അതെ. അപ്പോൾ ഇയാളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഈ ചാനൽ നെറ്റ്വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്ററായിട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിങ്ങിന് വന്നു. അപ്പോൾ ഇദ്ദേഹം വന്നത് എനിക്ക് ഭയങ്കര പാരയായി എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ബോർഡിൽ ഉൾപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇദ്ദേഹം ബോർഡിൽ വന്നിരുന്നുകൊണ്ട് ഓരോ ആളിനെയും പരിചയപ്പെട്ടു. അപ്പോൾ ഭീമ ജുവലേഴ്സിൻ്റെ ഓണറായ ഗോവിന്ദൻ സാറിനോട് പുള്ളി ചോദിച്ചു, ഐ ഹാവ് സീൻ യുവർ ബോർഡ് വൈൽ കമ്മിങ് ഫ്രം ദ എയർപോർട്ട്. ഭീമ, ഇറ്റ് ഇസ് എ ജുവലറി, ഈസ് ഇറ്റ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ജുവലറി മാൻ ഇൻ എ മീഡിയ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ഒരു നിക്ഷേപകന് അദ്ദേഹം പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ ഞാനിങ്ങനെ കുറിച്ച് വരച്ച് കാണിച്ചു അദ്ദേഹത്തെ. അപ്പോൾ മാത്രമല്ല, ഇദ്ദേഹം വലിയൊരു കാറിൽ വന്നിറങ്ങുമെന്ന് ചോദിച്ച് സ്വീകരിക്കാൻ നിൽക്കുന്നിരുന്നപ്പോൾ അദ്ദേഹം ടാറ്റയുടെ ചെറിയൊരു വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങി. അപ്പോൾ ഒരുപാട് കോടികൾ കയ്യിലുള്ള ഈ മനുഷ്യൻ നെടുമങ്ങാട്ടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ തീരുമാനം വന്നതാണ്. അപ്പോഴൊന്നും അറിയത്തില്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ അന്തർദേശീയ സിനിമകൾ ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വൈകുന്നേരം അവിടുത്തെ മുതലാളിയായ ഡോക്ടറോട് ചോദിച്ചു, ഈ ഹോസ്പിറ്റൽ ഇതിൻ്റെ അന്തരീക്ഷമൊക്കെ എനിക്ക് ഇഷ്ടമായി, ഇത് വിൽക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ വിചാരിച്ച് ഊതുകയാണെന്ന് വിചാരിച്ചു. അയാൾ പറഞ്ഞു, വേണേ വിൽക്കാം, നാളെ പണം റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. പിറ്റേ രാവിലെ ചെക്കുമായിട്ട് കെയൂർ പട്ടേലിയുടെ മുറി കയറി ചെന്നു, എഴുതിയൊക്കെ കൊടുത്തു എത്രയാണെന്ന് വെച്ചാൽ. അപ്പോൾ അതാണ് ആ ഹോസ്പിറ്റലിൽ അയാൾ വാങ്ങിക്കുന്നത്. മാത്രമല്ല, ഷാരൂഖ് ഖാൻ ഒരു ദിവസം ഈ കെയൂർ പട്ടേലിനെ അന്വേഷിച്ച് അവിടെ ചെന്നിരുന്നു. അപ്പോൾ നെടുമങ്ങാട്ടുകാർ ഞാൻ അങ്ങനെ അന്വേഷിച്ച് അവിടെ എന്നോട് പറഞ്ഞത്, ഇന്ന് രാവിലെ ഷാരൂഖ് ഖാൻ്റെ കൂട്ടിരിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് കയറി പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഒറിജിനൽ ഷാരൂഖ് ഖാൻ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ മനുഷ്യന് ഈ സിനിമയെക്കുറിച്ച് വലിയ ധാരണകളുള്ളൊരു ഗുജറാത്തിയാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രൊഡ്യൂസറായ ജി സുരേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന് അറിയാം.
ചിലപ്പം ഇപ്പം ബ്ലസ്സിയെക്കുറിച്ച് പറഞ്ഞാലും അയാൾക്കറിയാം, റഹ്മാനെ കുറിച്ച് പറഞ്ഞാലും അയാൾക്കറിയാം, പൃഥ്വിരാജിനെ അയാൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എനിക്കൊന്ന് അയാളിൽ നിന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നതിനേക്കാളും അയാളെപ്പോലെ ഓസ്കാറിൽ അനുഭവ പരിചയമുള്ള ആളെ വഴി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പക്ഷേ ഇതിനൊക്കെ ചില വഴികളുണ്ടാവുമല്ലോ, നമ്മൾ കാണുന്നതിനേക്കാളത്ത് അപ്പുറത്തൊരു ലോകം ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നീങ്ങുന്ന ഒരാൾ, ഞാൻ കേവൽ പട്ടേലിനെ ഞാനൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ സമൂഹത്തെ വിലയിരുത്തുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അപ്പോൾ ഇവരവിടെ ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ സൗജന്യ പ്രദർശനം വയ്ക്കുക, ഈ ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സുള്ള ആൾക്കാരെ ഈ സിനിമ കാണിക്കുക. ഈ സിനിമ അന്തർദേശീയ തലത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇത് സംസാര വിഷയമായിട്ടുള്ളതുപോലെ സംസാര വിഷയമാക്കുക. കേയൂർ പട്ടേലിനെ പോലെ കേരളീയ ജീവിതം എന്താണെന്നും ഈ മൈഗ്രേഷൻ എന്താണെന്നും ഗൾഫ് നാടുകളിലേക്കുള്ള പ്രവാസിയുടെ യാത്ര എന്താണെന്നും ഒക്കെ മനസ്സിലാകുന്ന ഒരാളിനെ എനിക്ക് വളരെ അപൂർവമായിട്ടൊക്കെ ബ്ലസ്സി ഇപ്പോഴും ഒരു ബന്ധമൊക്കെ അദ്ദേഹത്തോടുണ്ട്. പക്ഷേ ഇതേ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയും കൂടി മനസ്സിലാക്കി നമ്മളങ്ങോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഞാനൊക്കെ നോക്കിയപ്പം കവടിയാറിലെ ഒരു ബേക്കറിയിൽ ഞാനൊരു കോഫി അടിക്കാൻ കയറിയപ്പം ഒരാൾ അവിടെ ബേക്കറിയിൽ 30 പൈസയുടെ ഡിഫറൻസിന് വഴക്ക് കൂടുന്നു. ഞങ്ങൾക്ക് ഇത് കേയൂർ പട്ടേലാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്നാ പട്ടേലായി കാണിക്കുന്നതെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു എന്നോട് പറഞ്ഞു ഒന്നും സംസാരിക്കേണ്ട എന്ന് അയാൾ ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞു. എന്നിട്ട് അവിടെ കിടന്ന് അടി വെച്ച് 30 പൈസയുടെ ബാക്കി വാങ്ങിച്ചുകൊണ്ട് പുള്ളി പോയി. ഇങ്ങനൊരു ഗുജറാത്തി കൂടിയാണ് അദ്ദേഹം. എന്നാലും പക്ഷേ അദ്ദേഹത്തെ പോലെ കുറേ ആളുകളെ എനിക്കൊന്ന് ബ്ലസ്സിക്ക് നല്ല ലോകപരിചയമുള്ള ഒരു ചലച്ചിത്ര സംവിധായകനാണ്. ലിസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്താൻ ചിലപ്പോൾ മീഡിയയ്ക്ക് എനിക്കുമൊക്കെ ചിലപ്പം കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയേക്കും അമേരിക്കയിലൊക്കെ. കാര്യം നമ്മുടെ ചാനലൊക്കെ അവിടെ നന്നായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്, കുറേ ആൾക്കാരെ എനിക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ വേൾഡ് ഓവർ എസ്പെഷ്യലി നമ്മുടെ ഈ ന്യൂയോർക്ക് ഫിലിം അക്കാഡമി പോലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ബ്ലസ്സിക്ക് അറിയാവുന്നത്. എൻ്റെ മകൻ അവിടെ പോയിട്ട് ഒരു സംവിധാനമൊക്കെ പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവനൊക്കെ ഞാൻ അവനോട് പറഞ്ഞു, അവൻ എന്നോട് ചോദിച്ചു, എന്നോട് ടെലിവിഷനുണ്ട് ഇപ്പോഴും അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ നീ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒരു സിനിമ പിടിക്കണം, ആ സിനിമ ഇവിടെ കാണിക്കാൻ വേണ്ടി ആകരുത്. അങ്ങനെ ഒരു സിനിമ പിടിച്ചിട്ട് നിനക്ക് അവിടെ പോയി പഠിക്കേണ്ടതായില്ലല്ലോ, ഇവിടെ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ പോരെ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അമേരിക്കയിലെ പല ആളുകളെയും പരിചയപ്പെടുമ്പോൾ നമ്മുടെ മലയാളത്തോട് വലിയ ആദരവ് കീപ്പ് ചെയ്യുന്ന ഒരുപാട് ഉയരങ്ങളിലെത്തിയ മലയാളികളല്ലാത്ത ഒരേ ആൾക്കാർ അവിടെ ഉണ്ട്. അവരെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് അവരെ അപ്രോച്ച് ചെയ്യും. ഇൻ്റർനാഷണൽ ലെവലിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കുകയും ആടുജീവിതം ഇങ്ങനെ ഒരു മലയാള സിനിമയല്ല, ഇതൊരു ഇൻ്റർനാഷണൽ സിനിമയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമുക്ക് നമുക്ക് കൂട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ബ്ലസ്സിയും സന്തോഷ് ജോർജും പറയുന്ന പോലെ തന്നെ പലപ്പോഴും ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരം കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പലപ്പോഴും ചർച്ച ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതും ഒരു അവസരമായി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. ചിലപ്പോൾ അഭിലാഷനെയും കൂടെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ നമ്മൾ പലപ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് നമ്മൾക്ക് സ്ഥാപനങ്ങൾ തമ്മിൽ ഉള്ളടക്കത്തിൽ മത്സരമാകാം, അല്ലാതെ ഒരുപാട് യോജിച്ച് പോകാൻ പറ്റുന്ന ഒരുപാട് ഏറിയകളുണ്ട്. അങ്ങനെ ഒരു ഏറിയാണ് ആടുജീവിതം. അല്ലെങ്കിൽ നമ്മളും ആടുജീവിതത്തിൽ പെട്ട പോലെ ആയിപ്പോകും. അതിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, സാധാരണത്തിൽ ഇപ്പോൾ ഓസ്കറിന് വേണ്ടി പരിഗണിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ആടുജീവിതം വരുന്നതോ അങ്ങനെ എന്തെങ്കിലും എന്ന് വെച്ചാൽ അത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളും പിന്നെ അങ്ങ് ഏറ്റെടുക്കും. കാരണം പിന്നെ അത് നമ്മുടെ സിനിമ, ഇപ്പോൾ നേരത്തെ റാഷിദ് പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ സിനിമ, ഓസ്കറിൽ നമ്മുടെ എൻട്രി എന്നുള്ള നിലയിലുള്ള ഒരു ഫീലിംഗ് എല്ലാവരും അത് ഷെയർ ചെയ്യും. അത് പിന്നെ വളരെയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ പരമാവധി എത്തിക്കുന്നത് വരെ നമ്മൾ ആ പിന്തുണ തുടരുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് ബാക്കി എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും ഇല്ലാതാവുകയും അത് മാധ്യമങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു കാര്യമുണ്ട് പ്രമോദ്, നമ്മളിപ്പോൾ ഈ ചില നെഗറ്റീവായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ചില പരാമർശങ്ങളൊക്കെ ഈ നെറ്റിലൊക്കെ വരുന്നുണ്ട് ചില ആളുകൾക്ക്. അതിനോടൊക്കെ നിങ്ങൾ അവഗണിച്ചു കളയണമെന്ന് ഞാൻ പറയുന്നത്. അത് ചർച്ച ചെയ്യപ്പെടുകയും, കാര്യം ഇപ്പോഴത്തെ സമയത്ത് ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജിനെ കുറിച്ച് ചീത്ത വിളിക്കുന്ന ഒരു സംഭവം, പൃഥ്വിരാജ് സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്താലും അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. കാര്യം അദ്ദേഹത്തിൻ്റെ മൂടൊന്ന് നേരെയാക്കാമെന്ന് വിചാരിച്ച് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും. എനിക്കൊക്കെ ഇഷ്ടം പോലെ ഞാൻ സോഷ്യൽ മീഡിയ പലപ്പോഴും മാസങ്ങളോളം സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരാളാണ്. അത് നമ്മൾ രാവിലെയൊക്കെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് കയറി നിൽക്കുമ്പോൾ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള ഒരു മെസ്സേജ് വായിക്കുമ്പോൾ നമുക്കെന്തോ വല്ലാതെ തോന്നും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്കൊക്കെ ഞാൻ കാണാതെ പോയ 4 മാസമൊക്കെ ആയ മെസ്സേജൊക്കെ ഇന്ന് രാവിലെയും കൂടെ എനിക്കൊരെണ്ണം കിട്ടി. ഒരു 3 തലമുറയ്ക്ക് തകയുന്ന തെറി ഒരുത്തം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പക്ഷേ ഇത് നമ്മുടെ ജോലിയെ അത് തടസ്സപ്പെടുത്തും മാനസികമായിട്ട്. അപ്പോൾ നമ്മളത് ഇത് തുറക്കരുത് എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ നിങ്ങളിത് പൂർണ്ണമായിട്ട് അവഗണിച്ച് കളയണം. കാരണം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് മലയാളിക്കൊരു പ്രത്യേക താല്പര്യം ചിലർക്കെങ്കിലും. അത് കാരണം നെഗറ്റീവായിട്ടുള്ള ചർച്ചകൾ ആടുജീവിതത്തിൻ്റെ പേരിൽ ഉണ്ടാകരുത്. അത് നമുക്ക് എല്ലാവരോടും പറഞ്ഞു വിലക്കാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ അവഗണിച്ച് കളയണമെന്ന് എനിക്ക്. അല്ല, അത് ശരിയാണ്. നെഗറ്റീവായിട്ടുള്ള ക്രിയാത്മകമായി ഇപ്പോൾ
നെഗറ്റീവ് എന്നല്ല, വിമർശനാത്മകമായിട്ടുള്ള വിമർശനമല്ല ചർച്ചകൾ. പ്രമോദ്, അത് വെറും വ്യക്തി ഓറിയന്റഡ് ആയിട്ട് അല്ല, അത് ഞാൻ പറയുന്നത് അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മറ്റത് യഥാർത്ഥത്തിൽ ഈ അല്ല, ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ നമ്മളൊരു കാര്യത്തെ വിമർശനത്തോടെ സമീപിക്കണം. ഇന്നലെ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും മനസ്സിലായി. ഞാൻ പറഞ്ഞ ഇതല്ല. ഇതെന്ന് പറഞ്ഞാൽ പക്ഷപാതപരമായിട്ട് നമ്മൾ ചില മുൻവിധികളോട് നടത്തുന്ന ചില കമൻറ്റുകൾ, ഇവൻ അങ്ങനെയൊക്കെ ആയോ എന്ന് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആടുജീവിതത്തിന് നമുക്കൊരു മുദ്ര ഈ പറഞ്ഞ രീതിയിൽ ഒരു അത് സിഗ്നിഫൈ ചെയ്യുന്ന, എന്താണ് ആടുജീവിതം എന്ന് സിഗ്നിഫൈ ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് മുന്നോട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ അഭയാർത്ഥികളെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ആ പടം അലൈൻ കുർദിയുടെ ആ തീരത്തടിഞ്ഞു കിടക്കുന്ന ആ കുട്ടിയുടെ പടമാണ് അല്ലേ. നമ്മളെല്ലാ കാലത്തും, അത് ഏത് കാലത്തായാലും അതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം. സമാനമായിട്ട് ഈ മൈഗ്രേഷനിലൂടെ ഇങ്ങനെ ഒരു അതിഭീകരമായ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ട ഒരാളെ ചിത്രീകരിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു മുദ്ര ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും അത് നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ നിലയ്ക്ക് ആടുജീവിതം എന്ന് പറയുന്ന ടൈറ്റിലിന് ഭയങ്കരമായ സ്പേസ് ഉണ്ട്. ഗോഡ് ലൈഫ് എന്ന് പറയുന്ന ഭയങ്കര സ്സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അത്യപൂർവമായൊരു ഒരു സ്ട്രെങ്ത് അതിനുണ്ട്. ഈ സിനിമ ഫെസ്റ്റിവലുകളിൽ നിന്ന് ഫെസ്റ്റിവലിലേക്ക് സഞ്ചരിച്ചാലാണോ കൂടുതൽ ഈ ഒരു വൈഡായ റേഞ്ചുകളിലേക്ക് എത്തുക, അതോ സിനിമ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ, തിയേറ്റർ വിട്ട് OTT പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയാലാണോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നത്? അതിൻ്റെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു വഴിയില്ല. പല സാധ്യതകളുണ്ട്. ഇപ്പോൾ അത് ആടുജീവിതം എന്നുള്ളതല്ല, ഏതൊരു സിനിമയാണെങ്കിലും പല സാധ്യതകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിനിമ നാളെ, ഇന്നിപ്പോൾ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് അറിയാവുന്നത് ഇതിൻ്റെ മേജർ നെറ്റ്വർക്ക്സിൻ്റെ ഇന്ത്യൻ ഡിവിഷൻസിനായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ അല്ലെങ്കിൽ ആമസോൺ ഇന്ത്യ അല്ലെങ്കിൽ ഡിസ്നി ഇന്ത്യക്കായിരിക്കാം ഈ സിനിമയെക്കുറിച്ച് ഇന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത്. ഇപ്പോൾ അവിടെ നിന്നൊരാൾ ഇതൊരു ട്രൂലി ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ് എന്ന് പറഞ്ഞ് US അവരുടെ ഹെഡിന് ഈ സിനിമ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറയുകയാണ്, ഓക്കെ, ഇതിനൊരു ലെജിറ്റിമേറ്റ് ചാൻസ് ഉണ്ട്, ഇതൊരു ഗ്ലോബൽ സിനിമയാകാൻ ഒരു ലെജിറ്റിമേറ്റ് ചാൻസ് ഉണ്ട്. വി കുഡ് പൊട്ടൻഷ്യലി തിങ്ക് ഓഫ് ഇതിൻ്റെ ഒരു ഓസ്കാർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ നമ്മൾ ഹോസ്റ്റ് ചെയ്യാം. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് കാര്യങ്ങൾ ഞങ്ങൾ ഓൺ ചെയ്യും. തുടർന്നുള്ള ഇതിൻ്റെ ആൻസിലറി റവന്യൂസ്, അത്തരം ഇപ്പോൾ ഇതിനൊരു ഓസ്കാർ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നോമിനേഷൻ്റെ വക്കത്ത് വരെയൊക്കെ എത്തിയാൽ ഒരുപാട് ആൻസിലറി റവന്യൂ ചാനലുകൾ ഓപ്പൺ ചെയ്യപ്പെടും. അതെല്ലാം ഞങ്ങൾ ഓൺ ചെയ്യും എന്നൊക്കെ ഒരു കണ്ടീഷൻ അവർക്ക് വെച്ചേക്കാം. അതൊരു സാധ്യതയാണ്. സെക്കൻഡ്ലി, ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടുകയും അവിടെ നിന്നൊരു ചർച്ച ഉണ്ടാവുകയും ഒരു ടെററിസ്റ്റ് എന്ന സിനിമ ഒരു ജോൺ മാൽക്കോവിച്ച് കണ്ട പോലെ അവിടെ വെച്ച് ഒരാളിത് കാണുകയും ചെയ്ത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായേക്കാം. പക്ഷേ ഈ സാധ്യതകൾക്കൊക്കെ തന്നെ തുടക്കം എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്. ഇപ്പോൾ പാരസൈറ്റ് എന്ന് പറഞ്ഞ സിനിമ അത് സൃഷ്ടിക്കപ്പെട്ട രാജ്യത്ത് അതിനെക്കുറിച്ച് ഭയങ്കരമായ ഒരു ചർച്ച ഉണ്ടാവുകയും അത് അവരുടെ ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയാണെന്ന് അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും, ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ ചൈനയിൽ ഭയങ്കരമായിട്ട് ഒരു ചർച്ച ഉണ്ടാവുക ചെയ്തതിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ടാണ് പിന്നീട് ഇതെല്ലാം സംഭവിക്കുക. അപ്പോൾ ഇതിന് തുടക്കം ഇത് തന്നെയാണ്. തുടർന്ന് ഇനി അങ്ങോട്ട് ഇതിന് പല മാർഗങ്ങളുമുണ്ട്. അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അതിനൊരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ സിനിമ എന്നുള്ള നിലയിലുള്ള ചർച്ച ഇവിടെ സ്വാഭാവികമായി തന്നെ ഉണ്ടാവും. കാരണം ഇതിനൊരു നോമിനേഷൻ കിട്ടുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർത്തിൽ കോമ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും മലയാളികൾ ആ നിലയ്ക്ക് തന്നെയാണ് ചിന്തിക്കുക. അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്താൽ ഈവൻ സിനിമ കാണാത്ത ആളുകൾ പോലും സപ്പോർട്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊരു മറ്റൊരു തരത്തിൽ ഗ്ലോബലി ചർച്ച ചെയ്യപ്പെടാൻ ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇന്ത്യൻ ഡയസ്പോറ വളരെ 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 ശക്തമാണ്. പലയിടത്തും നെറ്റ്വർക്ക്ഡാണ്. ഇവർക്ക് രണ്ടുപേർക്കും അത് നന്നായിട്ട് അറിയുകയും ചെയ്യും. ഇപ്പോൾ 24 ന്യൂസൊക്കെ ഞാനൊരിക്കൽ അമേരിക്ക പോയപ്പോൾ വലിയ തോതിൽ അവിടെ അവർ തന്നെ സ്വന്തമായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന മരം നടൽ പോലെ അല്ലെങ്കിൽ മാരത്തോൺ പോലെ സ്വന്തം എന്ന് വെച്ചാൽ അവിടുത്തെ മലയാളികൾ തന്നെ എല്ലാ സ്റ്റേറ്റിലും ഉള്ള മലയാളികൾ ഒരു നെറ്റ്വർക്കായി അവർക്ക് ആ നിലയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംഗതിയുണ്ട്. അപ്പോൾ അത്തരം ഇടങ്ങളിലൊക്കെ സ്ക്രീനിങ്ങുകളോ അവിടെ ആ നിലയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി അത് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അടുത്ത ലെവലിലേക്ക് അവരുടെ സ്വാഭാവികമായി അവരുടെ കോവർക്കേഴ്സ് അതല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ, ഞാൻ പറഞ്ഞ സാധാരണ ജനങ്ങൾ. അപ്പോൾ ആ നിലയ്ക്ക് അത് അങ്ങനെ ഒരു ചർച്ചയായി മറ്റിടങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുക എന്നൊരു പോസിബിലിറ്റി കൂടി
നോക്കേണ്ടതാണ്. ഒപ്പം അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ തന്നെ പല ഫിലിംസും ഇതുപോലെ ഫെസ്റ്റിവൽസിൽ ചർച്ചയായ സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഫെസ്റ്റിവലുകൾ ഇതൊക്കെ നടക്കും. ഒപ്പം ഇപ്പോൾ ഇവിടുത്തെ മീഡിയ ഇക്കോസിസ്റ്റത്തിന് ചെയ്യാൻ കഴിയുന്നത് ഇനി ഇപ്പോൾ എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട കേരളത്തിൽ മിക്കവാറും ആളുകൾ കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് അവസാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടിയല്ലേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്ത് ഓരോരോ ഇവന്റ് വരുമ്പോഴും അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് കേരളത്തിലെ മീഡിയ ഇക്കോസിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ എനിക്ക് തോന്നുന്നത് ബ്ലസ്സി, എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഇപ്പം പൃഥ്വിരാജ് നജീബിനോട് സംസാരിക്കുന്നത് വെറുതെ പറക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം നമ്മൾ അതിന് ശരിക്കും ഒരു സബ് ടൈറ്റിലിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആരാണ് ഭാവിയിൽ ഇത് കാണാൻ പോകുന്ന അറിയില്ല. ഇപ്പോൾ ഒരു ഇല്ല ഇപ്പോൾ ഒരു വേഷം ചെയ്ത ആക്ടർ അതിൻ്റെ ഒറിജിനൽ ആളിനെ കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് അതിൽ പോകുന്നതെങ്കിൽ അതൊരു കൗതുകമാണ് ആൾക്കാർക്ക്. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ പോലും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മലയാളി ഓഡിയൻസ് അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ജീവിക്കുന്ന ആളുകളിലേക്ക് എത്താൻ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിൻ്റെ ഒരു പ്രോഗ്രാം 24 വന്നിരുന്നു നേരത്തെ, ഇലക്ഷൻ വരുന്നതിനൊക്കെ വളരെ മുമ്പാണ്. അപ്പോൾ ആ പ്രോഗ്രാം ഈ തരൂർ ഒരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊന്ന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ചെയ്ത് വിട്ടുകൂടെ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചാണ്, ഒരു 5-6 ഭാഗമായിട്ട് പോയത് ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ അയാൾ ഈ ചെറിയ പ്രായത്തിലേക്ക് കാണിച്ച അത്ഭുതങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം ഞാനത് സബ് ടൈറ്റിൽ ചെയ്ത് വിട്ടു. ഒരു US പൗരൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയായിരുന്നു, ഈ തരൂർ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. എന്ന് വെച്ചാൽ അയാൾ അല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ഇത് അന്വേഷിക്കാൻ പോലെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് ഇപ്പം നെറ്റിൻ്റെ സാധ്യത അതാണല്ലോ, അത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതിന് വരുന്ന മെറ്റീരിയൽ എല്ലാം സബ് ടൈറ്റിൽ ചെയ്ത് വിടുക അല്ലേ? സബ് ടൈറ്റിൽ വേർഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു. 24 തന്നതിൽ ഞാൻ 24 അല്ല കണ്ടത്, യൂട്യൂബിലാണ് കണ്ടത്. ആണോ? 24 ഇതെല്ലാം കൂടെ ചേർത്തൊരു പ്രോഗ്രാം ആക്കി മൊത്തം വൃത്തി ചെയ്തതും എല്ലാം കൂടെ ചേർത്തൊരു സംഭവമായിട്ടാകും. അല്ല, ഞാൻ ഈ മെറ്റീരിയൽ മാത്രമല്ല, നമ്മളിനി ആട് ജീവിതത്തെക്കുറിച്ച് വിടുന്ന എല്ലാ മെറ്റീരിയലും ഇത് ഇന്റർനാഷണൽ ഓഡിയൻസിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു എന്നതിൽ വിടുന്ന നല്ലതായിരിക്കും. എനിക്കതൊരു ഈ തരൂർ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് കാര്യമായിട്ട് എടുത്തൊന്നുമില്ല, പിന്നെ അങ്ങനെ പ്രഷർ കൊണ്ട് ഞാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റെസ്പോൺസ് വേറെ ടൈപ്പ് ഓഡിയൻസിൽ നിന്നാണ്. തീർച്ചയായിട്ടും ചെയ്യാം. അതുപോലെ ഇതിനകത്ത് ഇപ്പം നേരത്തെ പൃഥ്വി പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. എന്ന് വെച്ചാൽ ഈ ആടുജീവിതം പൃഥ്വിയല്ല ചെയ്യുന്നിരുന്നു എങ്കിൽ പോലും ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി പൃഥ്വിക്ക് ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പൃഥ്വി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗ്ലോബൽ വേദിയിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുമായിരുന്നു എന്നുള്ളത്. ആ തോട്ട് പ്രോസസ്സ് ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു മനസ്സ് വരുന്നു. ഇതേ രീതിയിൽ നമ്മുടെ ഫ്രറ്റേണിറ്റിക്കകത്ത്, ഫിലിം ഫ്രറ്റേണിറ്റിക്കകത്ത് മലയാളത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി നമ്മൾ കണ്ട ഒരു ഓഡിയോ ലോഞ്ചോ അതോ സിനിമയുടെ പ്രൊമോഷനോ ഭാഗമായി നമ്മുടെ പൊന്നിയൻ സെൽവത്തിൻ്റെ നമ്മൾ ഓർക്കുന്ന ആ ഇൻഡസ്ട്രിയിലെ ഒരുമാതിരിപ്പെട്ട ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ എല്ലാ താരങ്ങളും അണിയറ പ്രവർത്തകരും വന്ന് നിരന്ന് ഇതിൻ്റെ പോസിബിലിറ്റി എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ചർച്ചയുടെ ഇമ്പോർട്ടൻസ് അതിൽ ഒക്കെ ഊന്നിക്കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചും ആരായാവുന്നതാണ്. ദിസ് എ പോസിബിലിറ്റി എന്നുള്ള നിലയ്ക്ക് മാത്രം പരിഗണിച്ചാൽ മതി. അപ്പം പുറത്തുനിന്നുള്ള മറ്റ് എലമെൻറ്റുകളുടെ ഒക്കെ പിന്തുണയുടെ കൂടെ ഇവിടെ ഇതിനകത്ത് നിന്ന് തന്നെ ഒരു നമ്മുടെ സിനിമ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഒരു ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നന്നാവും എന്ന് തോന്നുന്നു. ഈ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിനുള്ളിൽ രജനീകാന്ത് സിനിമ കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപൂർവമായി ചിലരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് സിനിമ കാണാനായിട്ട്. വലിയൊരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ടീമിനൊപ്പം ഇനി അങ്ങോട്ട് മലയാളി സമൂഹം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ലോകമെങ്ങുമുള്ള മലയാളി പ്രവാസികൾക്ക് അവരുടെ നാട്ടിൽ, അവർ ജോലി ചെയ്യുന്ന നാട്ടിൽ അഭിമാനത്തോടെ, ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കരുത്ത് നൽകുന്ന ഒരു അവാർഡായി അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷനായി മാറാനുള്ള ഒരു ഉപകരണമായി ആടുജീവിതം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം ലോകമെങ്ങും മലയാളികൾ എത്തുന്നുണ്ട്, അവിടെയൊക്കെ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം, മറ്റൊരു നാട്ടിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഏതൊരാളുടെയും ജീവിതം, മാനസികാവസ്ഥ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു നജീബിൻ്റേതാണ്. കാരണം അവിടെ നമുക്ക് വലിയ അധികാരാവകാശങ്ങളുള്ള ഒരു നാടല്ല അവിടെ ഒന്നും. അവിടെ നമ്മളെ ആ നാട്ടുകാരൻ കാണുന്നത് എങ്ങനെയെന്നും അല്പം വിവാദ പരാമർശമാണെങ്കിൽ കൂടി പറയാതിരിക്കാൻ തരവില്ല, നമ്മൾ ഒരു രണ്ടാം തരം പൗരനായിട്ട് തന്നെയാണ്. അവിടെ എപ്പോഴും സ്വന്തം നാട്ടിൽ എന്തെങ്കിലും അത്ഭുതം നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ആളുകളാണ് ഓരോ പ്രവാസിയും. സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോൾ നാടിനെ, ഭരണാധികാരികളെ, ഇവിടുത്തെ നേട്ടങ്ങളെ ഒക്കെ വിമർശിക്കുന്നവരാകുമ്പോൾ പോലും ഈ നാട് വിട്ടു കഴിയുമ്പോൾ
എല്ലാവരുടെയും കണ്ണിങ്ങോട്ടാണ്. ഇവിടെ എന്ത് നടക്കുന്നു? ഇവിടെ ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് കുതിച്ചുയരുമ്പോൾ, ഇവിടെ ഒരു ഹൈസ്പീഡ് ട്രെയിൻ ഇനാഗുറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒക്കെ വിദേശത്തിരുന്ന് മനസ്സുകൊണ്ട് കൈയടിക്കുന്ന ആളുകളാണ് മലയാളികൾ. ആ മലയാളിക്ക് ആ നാട്ടിൽ അഭിമാനത്തോടെ നാളെ ജീവിക്കാൻ പറ്റുന്ന, സ്വന്തം നാടിനെക്കുറിച്ച് അഭിമാനത്തോടെ, സ്വന്തം ഭാഷയെക്കുറിച്ച്, സ്വന്തം സിനിമയെക്കുറിച്ച് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്നായി, ഒരു മൈൽ സ്റ്റോൺ പ്രോജക്റ്റായി ഈ ആടുജീവിതം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കൊന്നിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടിയിലേക്ക് ഈ മീഡിയ ഫ്രട്ടേണിറ്റിയെ ഒന്നിച്ചു കൂട്ടിയ ബ്ലസി സാറിനും പൃഥ്വിരാജിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.